Good morning, all. Good morning, ma'am. Good morning. Good morning, ma'am. Morning. എല്ലാവരും എടുത്തു വെച്ചിട്ടുണ്ടാവല്ലേ? എല്ലാവരും നോക്കാം. നമ്മൾ എവിടെ വരെ പറഞ്ഞു നിർത്തിയത്? ചാപ്റ്ററൊക്കെ ഓർമ്മയുണ്ടോ? ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റിന്റെ ഒബ്ജക്റ്റീവ്സ് വരെയാണ് പറഞ്ഞു നിർത്തിയത് അല്ലെ? ഒബ്ജക്റ്റീവ്സ് കാര്യം വായിച്ചു നോക്കിയോ? എല്ലാവരും വായിച്ചു നോക്കിയായിരുന്നോ? എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? അപ്പൊ നമുക്ക് നെക്സ്റ്റ് എടുക്കാനുള്ളത് പെർഫോമൻസ് മാനേജ്മെന്റ് പ്രോസസ് ആണ്. ഓക്കെ, പെർഫോമൻസ് മാനേജ്മെന്റ് പ്രോസസ് സ്റ്റാർട്ട് ചെയ്യാലോ? അപ്പൊ നമ്മള് എന്താ പറയാ, ജീവനക്കാരുടെ കുറെ കാര്യങ്ങളൊക്കെ, ജസ്റ്റ് ഡെവലപ്മെന്റ് പ്രോഗ്രാമിന്റെ ഒക്കെ കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു. ഈ പെർഫോമൻസ്, പ്രകടനം അല്ലെ, പ്രകടനവുമായി ബന്ധപ്പെട്ട പ്രോഗ്രാം പ്രോസസ് ആണ് ഇവിടെ വരുന്നത്. അതായത് ജീവനക്കാരുടെ പ്രകടനം നമുക്കറിയാം, അവരെയും കൂടി ഇൻവോൾവ് ചെയ്തിട്ടുള്ള കുറച്ച് തീരുമാനങ്ങൾ മാനേജ്മെന്റ് എടുക്കുകയാണെങ്കിൽ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടാവും. അപ്പോ അവിടെയുള്ള ജീവനക്കാരെയും കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് മാനേജ്മെന്റ് കുറച്ച് തീരുമാനങ്ങൾ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി അത് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടാവുമോ? അതിൽ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടാവുമോ? അതാണ് ഈ ഒരു മാറ്ററിൽ പൊതുവെ പഠിക്കാനുള്ളത്. ഉണ്ടാവും. അതായത് അവർക്ക് സാറ്റിസ്ഫാക്ഷനോട് കൂടിയിട്ട് വർക്ക് ചെയ്യാൻ തോന്നും, ഇല്ലേ? ഉണ്ടാവില്ലേ? തൃപ്തിയോട് കൂടിയിട്ട്. കാരണം അവരുടെ ഇൻവോൾവ്മെന്റ് ഉണ്ട് അല്ലെ? അവരെന്തെങ്കിലും ഒരു തീരുമാനം എടുക്കുമ്പോൾ അവിടെയുള്ള ജീവനക്കാരെയും കൂടി പങ്കാളികളാക്കിയിട്ടാണ് എങ്കിൽ തീർച്ചയായിട്ടും അവിടെയുള്ള ജീവനക്കാർക്ക് താല്പര്യത്തോടു കൂടി വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. കാരണം അവരെന്താണ്, പല കാര്യങ്ങളും മാനേജ്മെന്റിനോട് ഷെയർ ചെയ്യുന്നുണ്ട് അല്ലെ? വർക്ക് ചെയ്യാനുള്ള ബുദ്ധിമുട്ടിനെ കുറിച്ചിട്ടോ, അല്ലെങ്കിൽ നമ്മൾ ഇത്തിരി കൂടി സ്പീഡിൽ ചെയ്യാനായിട്ട് ഇന്ന ട്രെയിനിങ് ഞങ്ങൾക്ക് തരണമെന്ന് പറഞ്ഞോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് മാനേജ്മെന്റിനോട് ഡിസ്കസ് ചെയ്തിട്ടായിരിക്കും എന്താണ് തീരുമാനങ്ങൾ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരിക. അപ്പൊ അങ്ങനെ വരുമ്പോൾ നാച്ചുറലി എന്താണ്, അവിടെയുള്ള വർക്ക് നല്ല സുഗമമായിട്ട് നടത്തിക്കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഇതിലുള്ളത്. ജസ്റ്റ് നോക്കാം. The performance management process is a collaborative communication based process. പെർഫോമൻസ് മാനേജ്മെന്റ് പ്രോസസ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ കൊളാബറേറ്റീവ് എന്ന് വെച്ചാൽ സഹകരണത്തോട് കൂടിയിട്ട്, നല്ല ആശയവിനിമയത്തിന്റെ ബേസില്, നല്ല അവരോടുള്ള പരസ്പരം സഹകരണത്തോട് കൂടിയിട്ട് ആശയവിനിമയ അധിഷ്ഠിതമായിട്ടുള്ള ഒരു പ്രവർത്തനത്തിനെയാണ് പെർഫോമൻസ് മാനേജ്മെന്റ് പ്രോസസ് എന്ന് പറയുന്നത്. Then where employee and the management work together to plan, monitor and review the employees' objectives, long-term goals, job trajectory and the comprehensive contribution to the company. അപ്പൊ ഇവരെന്താണ്, മാനേജ്മെന്റും കൂടി അല്ലെ, അവിടെയുള്ള വർക്കേഴ്സും മാനേജ്മെന്റും കൂടി ഒന്നിച്ച് വർക്ക് ടുഗദർ അല്ലെ, അവർ ഒന്നിച്ച് തന്നെ നിന്നുകൊണ്ടാണ് എന്താണ് എന്തെങ്കിലും ആസൂത്രണങ്ങൾ ചെയ്യുക, അല്ലെങ്കിൽ പുതിയ കാര്യങ്ങൾ അല്ലെ ലോങ് ടൈം ആയിട്ടുള്ള എന്തെങ്കിലും ലക്ഷ്യങ്ങൾ തീരുമാനിക്കുക. അതല്ലെങ്കിൽ എന്താണ് എംപ്ലോയീസിന്റെ എന്താണ് ഓരോ വർക്കേഴ്സിനും എന്താണ് ലക്ഷ്യങ്ങളുള്ളത്, അതല്ലെങ്കിൽ എന്താണ് അവർ ആ ജോബിന്റെ പാത അല്ലെ ഏത് രീതിയിലാണ്, അതാണ് ട്രാക്ടറി എന്ന് പറയുന്നത്. ആ ഏത് വഴി കൂടെ, ഏത് രീതിയിൽ കൂടെയാണ് നമ്മൾ ജോലി നടത്തിക്കൊണ്ട് പോകുന്നത്. അങ്ങനെ ഒരു സമഗ്രമായ വിശകലനം നടത്തുക എന്നുള്ളത് എന്താണ് നമ്മുടെ പെർഫോമൻസ് മാനേജ്മെന്റ് പ്രോസസ്സിൽ നടത്തുന്നത്. അപ്പൊ പെർഫോമൻസ് മാനേജ്മെന്റ് പ്രോസസ്സിൽ മാനേജ്മെന്റ് ഒറ്റയ്ക്കുള്ള തീരുമാനം എടുക്കുന്നത് അവിടെ ആരെ കൂടി ഇൻവോൾവ് ചെയ്യിക്കുന്നുണ്ട്? ആരെ കൂടിയാ ഇൻവോൾവ് ചെയ്യിക്കുന്നത്? ഞാൻ പറഞ്ഞതില് വ്യക്തമായില്ല. ആരെങ്കിലും കൂടി ഇൻവോൾവ് ചെയ്യിക്കുന്നുണ്ടോ? അവിടെ എടുത്ത് പറയുന്നുണ്ട് എന്താണ്, വെയർ എംപ്ലോയീസ് ആൻഡ് മാനേജ്മെന്റ് വർക്ക് ടുഗദർ. ഓക്കെ, എംപ്ലോയീസിനെയും കൂടി അവിടെ എന്താണ് ഇൻവോൾവ് ചെയ്യിക്കുന്നത്. അവരെയും കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് ഈ പറഞ്ഞ തീരുമാനങ്ങൾ അല്ലെങ്കിൽ പ്ലാനിങ്ങുകൾ അല്ലെങ്കിൽ ഏത് രീതിയിൽ കൂടെ അപ്പോഴേ എംപ്ലോയീസിനെയും കൂടി ഇൻവോൾവ് ചെയ്തിട്ട് അവര് സമഗ്രമായിട്ടുള്ള വിശകലനം ഒക്കെ നടത്തുന്ന ഒരു പ്രവർത്തനമാണ് കാഴ്ചവെക്കുന്നത്. അപ്പൊ പെർഫോമൻസ് മാനേജ്മെന്റ് പ്രോസസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണയായി അല്ലെ? അതില്
തീർച്ചയായിട്ടും മാനേജ്മെന്റും ഒപ്പം തന്നെ അവിടെയുള്ള വർക്കേഴ്സും ഇൻവോൾവ് ആകുന്നുണ്ട്. നെക്സ്റ്റ് നോക്കാം, അതില് കാര്യമായിട്ട് പറയുന്ന രീതികൾ അല്ലെ, എന്തൊക്കെ കാര്യങ്ങൾക്കാണ് അവർക്ക് ഒരു ഇൻവോൾവ്മെന്റ് കൊടുക്കുന്നതെന്നോ. എന്താണ് ഫസ്റ്റ് പറയുന്നത്? പ്ലാനിങ്. എന്തായാലും ആസൂത്രണം ചെയ്യണം അല്ലെ. എന്തിനെ കുറിച്ചിട്ടാണ്? ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ച് നമുക്കറിയാം നല്ലൊരു ലക്ഷ്യം അല്ലെ, അത് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് പല പല ആസൂത്രണങ്ങൾ അവിടെ ആവശ്യമായിട്ട് വരും അല്ലെ. പെർഫോമൻസ് മാനേജ്മെന്റ് പ്രോസസ് സ്റ്റാർട്ട്സ് വിത്ത് ദ പ്ലാനിങ് സ്റ്റേജ്. എങ്ങനെയാണ് നമ്മുടെ പെർഫോമൻസ് മാനേജ്മെന്റ് പ്രോസസ് സ്റ്റാർട്ട് ചെയ്യുന്നത്? പ്ലാനിങ് അല്ലെ. പ്ലാനിങ് എന്ന തലത്തോടു കൂടിയിട്ടാണ് പെർഫോമൻസ് മാനേജ്മെന്റ് പ്രോസസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. Then human resources and management need to specify the job itself, including comprehensive description, long and short-term goals, identify key objectives, and develop clear metrics for how those objectives and goals will be determined. നമുക്കറിയാം ഒരു ലക്ഷ്യം അല്ലെ, ഒരു നമ്മൾ എന്തെങ്കിലും ഒരു പ്ലാൻ ചെയ്യണമെങ്കിൽ ആ പ്ലാനിങ്ങിനോട് അനുബന്ധിച്ച കുറെ കാര്യങ്ങൾ കൂടി നമ്മൾ അതിൽ ഉൾപ്പെടുത്തണം അല്ലെ. വെറുതെ ഒരു കാര്യം നമ്മൾ തീരുമാനമെടുത്താൽ ആസൂത്രണം ചെയ്താൽ മാത്രം പോരാ, അതിൽ പല ഘടകങ്ങളുണ്ട് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ അതില് പല കാര്യങ്ങളും എന്താണ്, മാനേജ്മെന്റും അവിടെയുള്ള എംപ്ലോയീസും തന്നെ ഒന്നിച്ചു നിന്നുകൊണ്ട് പ്രധാനമായിട്ടും എന്താണ് ലക്ഷ്യം അല്ലെ, അത് എടുത്തെടുത്ത് ഓരോ പോയിന്റ് പറയുന്നുണ്ട്. ഇൻക്ലൂഡിങ് എന്താണ്, specify job itself, including a comprehensive description, long term and short term goals അല്ലെ. നമ്മൾ എന്താണ് ആദ്യം ഏത് ലക്ഷ്യങ്ങൾ നേടണം, പിന്നെ നമുക്ക് വലിയ ലക്ഷ്യങ്ങൾ നേടേണ്ടി വരും. അങ്ങനെ എല്ലാത്തിനെയും കുറിച്ചൊരു സമഗ്രമായ വിശകലനം അവിടെ ഉൾക്കൊള്ളുന്നുണ്ട്. പിന്നെ അതിലെന്താണ് പ്രധാനമായിട്ടും പറയുന്നത്, കീ ഒബ്ജക്റ്റീവ്സ് അല്ലെ. പ്രധാനമായിട്ടുള്ള ലക്ഷ്യം എന്താണ്? നമുക്കറിയാം ഒരുപാട് ലക്ഷ്യങ്ങളുണ്ടാവും. ഒരു ഹോസ്പിറ്റലിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം അവിടെ പ്രധാനമായിട്ടും പല ലക്ഷ്യങ്ങളുണ്ട് അല്ലെ. അവിടെ മാനേജ്മെന്റിന് ലാഭം ചെറിയ ആഗ്രഹം ഉണ്ടാവും, പക്ഷെ അതേപോലൊപ്പം തന്നെ മറ്റുള്ളവരുടെ ഇടയിൽ നല്ല ഹോസ്പിറ്റലിൽ അറിയപ്പെടണം എന്നുള്ള ആഗ്രഹം ഉണ്ടാവും. എന്താണ് അതല്ലെങ്കിൽ എന്താണ് നമ്മുടെ ഹോസ്പിറ്റൽ അല്ലെ ഒരു റോൾ മോഡൽ ആക്കി എടുത്ത് മറ്റുള്ളവർക്ക് എന്തെങ്കിലുമൊക്കെ നമുക്കറിയാം സ്റ്റാൻഡേർഡ് ഒക്കെ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമ്മുടെ ഹോസ്പിറ്റലിന്റെ ആ ഒരു പ്രവർത്തനങ്ങളൊക്കെ വിലയിരുത്തണമെന്ന് ആഗ്രഹം ഉണ്ടാവും. അങ്ങനെ പലതരത്തിലുള്ള ആഗ്രഹങ്ങൾ ഏതോ ഒരു സ്ഥാപനത്തിലുണ്ടാവും. ഉണ്ടാവില്ലേ? ഉണ്ടാവില്ലേ? മനസ്സിലായില്ല? നിങ്ങൾ റിപ്ലൈ ഓക്കെ ഉണ്ടാവും. ഓക്കെ, ഞാൻ പറയുമ്പോ തന്നെ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ മെസ്സേജ് അയക്കണ്ടേ അല്ലെ, സമയം വേണ്ടി വരും അല്ലെ. എന്തായാലും ഉണ്ടാവും അല്ലെ, പല പല ലക്ഷ്യങ്ങള് ഏതൊരു സ്ഥാപനത്തിനും ഉണ്ടാവും. അപ്പൊ അങ്ങനെ ലക്ഷ്യങ്ങൾ നമ്മൾക്ക് വ്യക്തമായിട്ടുള്ള ഒരു ലക്ഷ്യങ്ങൾ വികസിപ്പിച്ചെടുക്കണമെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് അതിന് പല ഘടകങ്ങളുണ്ട് അല്ലെ, പല ഘടകങ്ങളുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ എന്താ പറയണ്ടത്, ഹൗ ദോസ് ഒബ്ജക്റ്റീവ്സ് ആൻഡ് ഗോൾസ് വിൽ ബി ഡിറ്റർമിൻഡ്. അങ്ങനെ എല്ലാം കൂടി ആലോചിച്ചതിന് ശേഷമാണ് നമ്മൾ ഈ ലക്ഷ്യങ്ങളൊക്കെ തീരുമാനിക്കാം. നമുക്കറിയാം ഒരു വലിയൊരു ലക്ഷ്യം ഉണ്ടെങ്കിൽ അതിന് ചെറിയ ചെറിയ ലക്ഷ്യങ്ങൾ നേടിയെടുക്കേണ്ടി വരും. അതിൽ കീ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് അല്ലെ. നമുക്ക് ആദ്യം ഒരു ബിസിനസ് സ്ഥാപനം തുടങ്ങുമ്പോഴെന്തായിരിക്കും, അവർ പെട്ടെന്ന് തന്നെ പ്രോഫിറ്റബിൾ ആക്കാനായിട്ട് ശ്രദ്ധിക്കോ? ഇല്ല. മറ്റുള്ളവരുടെ ഇടയിൽ അറിയപ്പെടണം അല്ലെ, നല്ലൊരു സ്ഥാപനം അല്ലെങ്കിൽ നല്ലൊരു പ്രോഡക്റ്റ് ആണ്, അത് ചീപ്പ് റേറ്റിൽ കിട്ടും, നല്ല ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ് ആണ്, അങ്ങനെയൊക്കെയുള്ള ഒരു ആഗ്രഹമായിരിക്കും ഏറ്റവും ആദ്യം അവര് എന്താണ് മാർക്കറ്റിൽ അല്ലെ ശ്രദ്ധ നേടിയെടുക്കാനായിട്ട് ശ്രമിക്കുന്നത്. അതാണ് ഉദ്ദേശിക്കുന്നത്. വലിയ ലക്ഷ്യം നേടിയെടുക്കാനായിട്ട് ഉണ്ടാവും, അതിനോടൊപ്പം ചെറിയ ചെറിയ ലക്ഷ്യങ്ങൾ ഉണ്ടാവും, കീ ഒബ്ജക്റ്റീവ്സ് ഉണ്ടാവും. അപ്പൊ എല്ലാം തന്നെ എന്താണ് ലക്ഷ്യത്തിന് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവരെല്ലാം കൂടിയും ഒന്ന് ചേർന്ന് സമഗ്രമായിട്ട് വിശകലനം ചെയ്തിട്ട് അതൊക്കെ ഏതൊക്കെ രീതിയിലാണ് എന്താണ് അവിടെ വീണ്ടും പറയുന്നുണ്ട്, ഡെവലപ്പ് ക്ലിയർ മെട്രിക് അല്ലെ. അത് നമുക്കറിയാം അത് ഏത് അളവുകൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കൈകാര്യം ചെയ്തത്. നമുക്കറിയാം ചില ലക്ഷ്യങ്ങൾ നേടിയെടുക്കുമ്പോൾ ഒരു ആക്ച്വൽ സ്റ്റാൻഡേർഡ് ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യും അല്ലെ. നമ്മൾ ഒരു ചെറിയ പെർഫോമൻസ് ചെയ്യാമെന്ന് നമ്മൾ തീരുമാനിച്ച് ട്രെയിനിങ് ഒക്കെ കൊടുത്ത് എന്താണ് ആ ട്രെയിനിങ് ഡെവലപ്മെന്റ് കൊണ്ട് ഗുണമുണ്ടോ എന്നൊക്കെ നമ്മൾ എവാലുവേറ്റ് ചെയ്യും. അപ്പൊ അത്തരത്തിലുള്ള മെട്രിക്സുകൾ അത് ഏത് സ്റ്റാൻഡേർഡ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യണം, അത് വിലയിരുത്താനായിട്ട് ഏത് മെട്രിക്സ് ഒക്കെയാണ് നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത്. അങ്ങനെ പല കാര്യങ്ങളും എന്താണ് പല സ്റ്റെപ്പുകളും എന്തിലുണ്ടാവും, പെർഫോമൻസ് മാനേജ്മെന്റ് പ്രോസസ്സിൽ ഇൻവോൾവ് ആവും. ക്ലിയർ ആവുന്നുണ്ടോ? സെന്റൻസ് ഓക്കെ ആണോ? ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് സെന്റൻസ് നോക്കാം. ഗോൾസ് ഷുഡ് ബി ക്ലിയർ ഡൺ ഇൻ എ സ്മാർട്ട് ഫോർമാറ്റ്. അതായത് നമ്മളിപ്പോ ഒരു ഗോൾസ് ഓക്കെ ഇന്ന കാര്യമാണ്, ലക്ഷ്യമാണ്, ഇതിൽ ചെറിയ ചെറിയ ലക്ഷ്യങ്ങൾ ഇങ്ങനെ നമ്മൾ വിതരണം ചെയ്ത് നേടണം.
അതിന്റെ നമ്മൾ കീ ഒബ്ജക്റ്റീവ്സ് മനസ്സിലാക്കി ഏത് സ്റ്റാൻഡേർഡ് ഏത് മെട്രിക്സ് ഫോളോ ചെയ്യണമെന്നൊക്കെ നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എന്താണ് നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്താണ് അത് നേടിയെടുക്കണം അല്ലെ. അപ്പൊ ഷുഡ് ബി ക്ലിയർ ഡൺ ഇൻ എ സ്മാർട്ട് ഫോർമാറ്റ്. അതൊരു നല്ല ഫോർമാറ്റിലൂടെ നേടിയെടുക്കാനായിട്ട് ശ്രമിക്കാം. സ്മാർട്ട് ഫോർമാറ്റ് എന്നുള്ളതിന്റെ ഇവിടെ റെപ്രസെന്റ് ചെയ്യുന്ന ഓരോ വേർഡ്സ് നോക്കാം. സ്മാർട്ട് അല്ലെ, എസിന്റെ ഫസ്റ്റ് ലെറ്റർ എസ് എന്താ ഉദ്ദേശിക്കുന്നത്? സ്പെസിഫിക്. എന്താണ് പറയുന്നത്? സ്പെസിഫിക് ആയിരിക്കണം. അതായത് എന്താണ് ഒരു തീരുമാനം അല്ലെ, നമ്മുടെ നിശ്ചയമായിട്ടും എന്താണ് അതൊരു കൃത്യമായ ഒരു തീരുമാനമായിരിക്കും. എന്താണ് അതിനൊരു മെഷറബിൾ അല്ലെ, മെഷറബിൾ ആയിട്ടുള്ള ഒരു കാര്യം വേണം. നമുക്ക് നിർദ്ദിഷ്ടമായിട്ടുള്ള ഒരു തീരുമാനം എടുക്കണം. നമ്മൾ നേരത്തെ പറഞ്ഞ മെഷറബിൾ ചെയ്യുമ്പോൾ അല്ലെ ഏത് മെട്രിക്സ് നമ്മൾ കീപ്പ് ചെയ്യണം എന്നുള്ള ഒരു തീരുമാനം ഉണ്ടായിരിക്കണം. എന്താണ് അറ്റൈനബിൾ അല്ലെ, അത് നേടിയെടുക്കണം. നമ്മളിപ്പോ ഒരു ട്രെയിനിങ് കൊടുത്തിട്ട് നമ്മൾ മെഷർ ചെയ്തു അല്ലെ, സ്റ്റാൻഡേർഡ് വെച്ചിട്ട് ഇന്ന മെട്രിക്സ് ഉപയോഗിച്ചിട്ട് നമുക്ക് സ്റ്റാൻഡേർഡ് കമ്പയർ ചെയ്യാമെന്ന് മനസ്സിലാക്കി അറ്റൈനബിൾ അല്ലെ, അത് നേടിയിട്ടുണ്ടോ എന്ന് നമ്മൾ മനസ്സിലാക്കണം. പിന്നെ എന്താണ് റെലവെന്റ്, അതിന്റെ പ്രസക്തമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇത് നമ്മൾ ക്ലിയർ ആണ്, നമുക്ക് നേടാനായിട്ട് സാധിച്ചിട്ടുണ്ട്, ഉദ്ദേശിച്ച സ്റ്റാൻഡേർഡ് നേടാനായിട്ട് സാധിച്ചിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തണം. എന്താണ് ടൈം ബേസ്ഡ് അല്ലെ, നമുക്കറിയാം ഒരു നിശ്ചിത ലക്ഷ്യം നമ്മൾ തീരുമാനിച്ച് ഒരു സ്റ്റാൻഡേർഡ് വെച്ചിട്ട് കമ്പയർ ഒക്കെ ചെയ്തപ്പോ ഓക്കെ, പക്ഷെ അത് ലോങ് ആയിട്ട് അല്ലെ ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ നേടിയിരിക്കണം അല്ലെ, അതിനൊരു ടൈം ബേസ്ഡ് ആയിട്ട് തന്നെയായിരിക്കണം അത് അറേഞ്ച് ചെയ്യേണ്ടത്. അതാണ് എന്താണ് സ്മാർട്ട് ഫോർമാറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്. നമ്മളൊരു ലക്ഷ്യങ്ങളൊക്കെ തീരുമാനിക്കുമ്പോൾ അത് ഈ ഒരു വേ കൂടെ അല്ലെ, അതൊരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു മാറ്റർ ആയിരിക്കണം. അതിനൊരു മെഷറബിൾ ആയിട്ടുള്ള കാര്യം അതിൽ ഇൻവോൾവ് ചെയ്യണം. മെഷറബിൾ ആയിട്ടുള്ള കാര്യം ഇൻവോൾവ് ചെയ്തിട്ട് അറ്റൈൻ ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇവാലുവേറ്റ് ചെയ്യണം. അറ്റൈൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഓക്കെ, അത് പ്രസ്താവിച്ചതൊക്കെ ശരിയാണ് അല്ലെ, റെലവന്റ് ആണെന്ന് വെച്ചാൽ ഓക്കെ ക്ലിയർ ആണെങ്കിൽ നമുക്കറിയാം പിന്നെ അഡീഷണൽ ആയിട്ട് നമുക്കൊന്നും കൈകാര്യം ചെയ്യേണ്ടതായിട്ട് വരില്ല അല്ലെ. അതെല്ലാം ക്ലിയർ അല്ല എങ്കിൽ നമ്മൾ എന്താണ് പിന്നെയും എന്തെങ്കിലും ട്രെയിനിങ് കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കേണ്ടതായിട്ട്. ഓക്കെ, ദെൻ റെലവെന്റ് ആയി കഴിയുമ്പോൾ നമുക്ക് ഒരു കാര്യം കൂടി വേണ്ടി തീർച്ചയാക്കേണ്ട ഒരു കാര്യമുണ്ട്, ടൈം ബേസ്ഡ്. ഇതെല്ലാം ചെയ്യേണ്ടത് ഒരു നിശ്ചിത സമയത്തിനുള്ളിലാണ് നമ്മൾ നേടിയെടുക്കേണ്ടത് അല്ലെ. ക്ലിയർ പെർഫോമൻസ് സ്റ്റാൻഡേർഡ് ഷുഡ് ബി സെറ്റ്. അങ്ങനെ വരുമ്പോഴാണ് ഓക്കെ നമ്മൾ ഉദ്ദേശിച്ച മെഷറബിൾ ആയിട്ടുള്ള കാര്യം ക്ലിയർ സ്റ്റാൻഡേർഡ് ആണ്. ഓക്കെ, നമ്മൾ ഉദ്ദേശിച്ചത് കൃത്യമായിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് തന്നെയാണ് എന്ന് ഫിക്സ് ചെയ്യാനായിട്ട് സാധിക്കും. ക്ലിയർ ആയോ? ഡിഫൈനിങ് സ്റ്റേജ് ക്ലിയർ ആയോ? ജസ്റ്റ് വായിച്ചു നോക്കാം. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിച്ചു പോവാട്ടോ. എങ്കിലും ആർക്കെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ചോദിച്ചു പോകാം. ഓക്കെ, നമുക്ക് പറഞ്ഞു പോവാം. കാരണം നിങ്ങൾ ലാസ്റ്റ് ആവുമ്പോഴേക്കും നിങ്ങൾ ആകെ ഇതായി പോകും. ഒന്നും കൂടി ജസ്റ്റ് ഒന്ന് ഇൻഫോം ചെയ്തു പോവാം. ആർക്കെങ്കിലും ക്ലിയർ ആവാത്തുണ്ടെങ്കിൽ ജസ്റ്റ് മനസ്സിലാക്കാം. അതായത് നമ്മൾ ഒന്നിച്ച് നിന്നുകൊണ്ടാണ് അല്ലെ, നമ്മൾ ജസ്റ്റ് മനസ്സിലാക്കി പെർഫോമൻസ് മാനേജ്മെന്റ് പ്രോസസ് എന്ന് പറയുമ്പോൾ മാനേജ്മെന്റും അവിടെയുള്ള എംപ്ലോയീസും ഒന്നിച്ച് തന്നെയാണ് ഈ ഒരു തീരുമാനങ്ങളൊക്കെ അഡോപ്റ്റ് ചെയ്യാനായിട്ട് എടുക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഫസ്റ്റ്ലി ഒരു പ്ലാനിങ് ആണ് അല്ലെ. ഫസ്റ്റ്ലി പ്ലാനിങ്ങിൽ വരുന്ന ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ഡിഫൈനിങ് സ്റ്റേജ്. ഡിഫൈനിങ് സ്റ്റേജ് എന്ന് പറയുമ്പോൾ എന്താണ് പ്രധാനമായിട്ട് നമ്മൾ ഒരു ലക്ഷ്യം അല്ലെ, ഒരു ലക്ഷ്യം വലിയ ഒരു ലക്ഷ്യം ബിഗ് ലക്ഷ്യമായിരിക്കും. ആ ലക്ഷ്യം നേടിയെടുക്കാൻ ചെറിയ കുഞ്ഞു ലക്ഷ്യങ്ങൾ കടമ്പകൾ കഴിഞ്ഞതിന് ശേഷമാണ് വലിയ ലക്ഷ്യം നേടിയെടുക്കാനായിട്ട് സാധിക്കുള്ളൂ. അതിൽ കീ ഒബ്ജക്റ്റീവ്സും ഉണ്ടാവും. അതായത് ഏറ്റവും എത്രയധികം ആദ്യം തന്നെ നേടിയെടുക്കേണ്ട ഒബ്ജക്റ്റീവ്സ് ഒക്കെ ഉണ്ടാവും. ഈ ഒബ്ജക്റ്റീവ്സ് ഒക്കെ നേടിയെടുക്കുമ്പോൾ നമുക്കറിയാം ചിലതൊക്കെ മാറ്റേഴ്സ് ഒക്കെ ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കും. ചിലവര് എന്താണ് അഡോപ്റ്റ് ചെയ്തത്, ചില സ്റ്റാൻഡേർഡുകളൊക്കെ ഫിക്സ് ചെയ്തിട്ടൊക്കെ ആയിരിക്കും അവിടെയുള്ള വർക്കേഴ്സിനെ കൊണ്ടൊക്കെ ചെയ്യിപ്പിച്ചു നോക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും എന്താണ് ഇത്തരത്തിലുള്ള ഒരു ക്ലിയർ ഔട്ട്, അതായത് അവരെ കൊണ്ട് ഒരു സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്ത് നമ്മൾ കമ്പാരിസൺ ഒക്കെ നടത്തി പോകണമെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് അതിനൊരു ഫോർമാറ്റ് വേണം. വേണ്ടി വരുമോ? ഫോർമാറ്റ് വേണ്ടി വരുമോ? ഏതെങ്കിലും ഒരു രൂപരേഖ വേണ്ടി വരുമോ? യെസ്. അപ്പൊ മറ്റുള്ളവരെ കൊണ്ട് നമുക്കത് ചെയ്യിപ്പിച്ചെടുക്കണമെങ്കിൽ ഒരു ഫോർമാറ്റ് വേണം. അതായത് ഫോർമാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ള വർക്കേഴ്സിന്റെ ഇടയിൽ തന്നെ രൂപീകരിക്കുന്ന ഒന്നാണ്. എന്താണ് അവർക്ക് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള അല്ലെ, നമുക്കറിയാം ഒരു നിശ്ചിതമായിട്ട് ഒരു നിർദ്ദിഷ്ടമായിട്ടുള്ള ഒരു മാറ്റർ ഉണ്ടായിരിക്കണം. അങ്ങനെ ആ നിർദ്ദിഷ്ടമായിട്ട് ഇപ്പൊ കേസ് നമ്മളൊരു എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ ഹോസ്പിറ്റലിന്റെ നഴ്സുമാർക്ക് ഒരു ട്രെയിനിങ് കൊടുക്കുന്ന ഒരു കാര്യം വെച്ചു. അപ്പൊ അവർക്ക് ഒരു സ്പീഡ് കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന് വെച്ചോ. കാരണം ഒരുപാട് പേഷ്യൻസ് വരുന്ന സാഹചര്യത്തിൽ
ഇവർക്ക് എല്ലാ പേഷ്യൻസിനെയും നല്ല സർവീസ് കൊടുക്കാനായിട്ട് ഇവർക്ക് പറ്റുന്നില്ല. അങ്ങനെ ഒരു കേസ് ആണെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് അവിടെ ഒരു സ്പെസിഫിക് നിശ്ചയിക്കുകയാണ് എന്താണ് അവർക്ക് സ്പീഡിൽ ഹാൻഡിൽ ചെയ്യാനായിട്ടുള്ള ഒരു മെത്തേഡ് എന്നാണ് അവിടെ നിശ്ചയിക്കുക. അവിടെയുള്ള പേഷ്യൻസിന് എല്ലാവർക്കും സേവനം കൊടുക്കണം, അത് നല്ല രീതിയിൽ തന്നെ കൊടുക്കണം അല്ലെ. സേവനം എന്ന് പറയുമ്പോൾ നമുക്കറിയാം നല്ല രീതിയിൽ സേവനം കൊടുത്താൽ മാത്രമാണ് വീണ്ടും വീണ്ടും ഹോസ്പിറ്റലിലേക്ക് പേഷ്യൻസ് വരും. അപ്പൊ എന്താണ് അവിടെ പ്രധാനമായിട്ട് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള എയിം ഉണ്ട്, എന്താണ് നല്ല സേവനത്തിനാണ് ഇമ്പോർട്ടൻസ്, അതായത് ഇത്ര സമയത്തിനുള്ളിൽ ചെയ്തു കൊടുക്കുന്ന സേവനം അല്ലെ. അപ്പൊ അതൊരു സ്പെസിഫിക് ആയിട്ട് തീരുമാനിക്കുന്നു, ദെൻ മെഷർ ചെയ്യുന്നു അല്ലെ. ഇന്ന് ഇത്രയും പേഷ്യൻസിന് ഇത്രയും നഴ്സുമാരെ വെച്ചിട്ട് കൈകാര്യം ചെയ്യാനായിട്ടുള്ള രീതി അഡോപ്റ്റ് ചെയ്ത് അവരെ കൊണ്ട് അത് ചെയ്യിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നു. ദെൻ അറ്റൈനബിൾ, ഓക്കെ അവര് വിചാരിച്ച രീതിയിൽ ഓരോ നഴ്സുമാർക്കും ഇത്ര പേഷ്യന്റിനെ കവർ ചെയ്യാൻ പറ്റി അല്ലെ, അറ്റൈൻ ചെയ്യാനായിട്ട് പറ്റി എന്നുള്ള രീതിയിൽ എത്തുന്നു. ദെൻ റെലവെന്റ് ഓക്കെ ആണെങ്കിൽ നമുക്കറിയാം എന്താണ് അത് കൃത്യമായിട്ട് നമ്മൾ ഫോളോ ചെയ്യാനായിട്ട് അല്ലെ, അത് രൂപരേഖയിൽ തന്നെ ഉൾപ്പെടുത്തും. ഓരോ പേഷ്യന്റിന് ഇത്രയും പേഷ്യന്റിന് ഇത്രയും നഴ്സിനെ അഡോപ്റ്റ് ചെയ്യാം എന്നുള്ള കാര്യം. അതല്ല ഇൻ കേസ് റെലവെന്റ് അല്ല എങ്കിലാണ് നമ്മൾ വീണ്ടും വേറെ എന്തെങ്കിലും രീതികളൊക്കെ അവലംബിക്കുന്നത്. ഓക്കെ, അപ്പൊ ദെൻ റെലവെന്റ് ആണ്. പിന്നെ ഓക്കെ ആയി കഴിയുമ്പോൾ നമുക്കറിയാം ടൈമിനും ഒരു പ്രാധാന്യം വേണം അല്ലെ. പ്രധാനമായിട്ടും നഴ്സുമാര് പേഷ്യന്റിനെ സംരക്ഷിക്കുന്നു എന്നുള്ള കാര്യം ഓക്കെയാണ്, മറ്റ് ഇത്ര സമയത്തിനുള്ളിൽ അതെ അതൊരു പ്രധാനപ്പെട്ട ഒരു ഫാക്ടറാണ്. അപ്പൊ അതും കൂടി ബേസ് ചെയ്തിട്ടായിരിക്കണം ഈ ഫോർമേഷൻ രൂപീകരിക്കാനായിട്ട്. ക്ലിയർ ആയോ? ഓക്കെ ആയോ? ഓക്കെ, അപ്പൊ നമുക്കത് നോർമലി അത് ഓക്കെ ആണെങ്കിൽ എന്താണ് അത് സ്റ്റാൻഡേർഡ് ഫാക്ടർ ആയിട്ട് നമുക്ക് പ്രൊസീഡ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ഇൻ കേസ് അത് കറക്റ്റ് അല്ല എങ്കിൽ നമുക്കറിയാം അഡീഷണൽ ആയിട്ടുള്ള സ്റ്റെപ്പുകളൊക്കെ എടുക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതാണ് ഫസ്റ്റ് ഡിഫൈനിങ് സ്റ്റേജിൽ വരുന്നത്. നെക്സ്റ്റ് നോക്കാം ഫീഡ്ബാക്ക് സ്റ്റേജ്. വായിച്ചു നോക്കേണ്ടതുണ്ടോ? സ്മാർട്ട് എന്നുള്ള ഫോർമാറ്റിലൊക്കെ എന്തൊക്കെയാണ് ഉൾപ്പെടുന്നതിനൊക്കെ പഠിച്ചു പോകാം കേട്ടോ. കാരണം അതിലുള്ള പോയിന്റ്സുകളാണ് അല്ലെ, സ്പെസിഫിക്, മെഷറബിൾ, അറ്റൈനബിൾ, റെലവന്റ്, ടൈം ബേസ്. എന്താണ് ഫസ്റ്റ്ലി നമ്മൾ പറഞ്ഞു എന്താണ് പെർഫോമൻസ് മാനേജ്മെന്റ് പ്രോസസ്സ്. എന്താണ് പെർഫോമൻസ് മാനേജ്മെന്റ് പ്രോസസ് എന്ന് പറയുന്നത്? എല്ലാവരെയും ഇൻക്ലൂഡ് ചെയ്ത് അല്ലെ, സഹവർത്തത്തോട് കൂടിയിട്ട് കൊളാബറേറ്റീവ് കമ്മ്യൂണിക്കേഷൻ ബേസ്ഡ് പ്രോസസ് ആണ് എന്താ പെർഫോമൻസ് മാനേജ്മെന്റ് പ്രോസസ്സിൽ ഉൾക്കൊള്ളുന്നത്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് പോയിന്റിലേക്ക് പോകാം. നെക്സ്റ്റ് നോക്കാം ഫീഡ്ബാക്ക് സ്റ്റേജ്. നമ്മൾക്ക് മനസ്സിലായി അല്ലെ, കുറച്ച് സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിശ്ചയിച്ചു കൊടുത്തപ്പോൾ നമ്മൾ അത് സ്റ്റാൻഡേർഡ് ചെയ്ത് പോകുന്നുണ്ടെന്നുള്ള തീരുമാനത്തിലേക്ക് എത്തി. നെക്സ്റ്റ് നമുക്ക് അറിയാം ചിലപ്പോൾ കുറച്ച് നാൾ കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ ഒരു സ്റ്റാൻഡേർഡ് വെച്ചിട്ടായിരിക്കും മറ്റുള്ള പേഴ്സൺസിന് അല്ലെ, മറ്റുള്ള തൊഴിലാളികളെ കൊണ്ടൊക്കെ വർക്ക് ചെയ്യിപ്പിക്കുന്നത്. അപ്പൊ നമുക്കറിയാം ചിലർക്ക് അത് അക്സെപ്റ്റബിൾ ആയിരിക്കും, ചിലർക്ക് അത് അക്സെപ്റ്റബിൾ അല്ലായിരിക്കും അല്ലെ. അത് ചിലപ്പോൾ അത് സ്വീകരിക്കാൻ പറ്റിയെന്ന് വരും. നോക്കാം ഫീഡ്ബാക്ക് സ്റ്റേജിൽ എന്താ നോക്കാം. വൺസ് മാനേജ്മെന്റ് ഹാസ് ഫിനിഷ്ഡ് ദ സ്പെസിഫിക് സ്റ്റേജ്, എംപ്ലോയീസ് ഷുഡ് ഹാവ് ദ ഓപ്പർച്യൂണിറ്റി ടു ഗിവ് ഇൻപുട്ട് ഓൺ ദിസ് മെറ്റീരിയൽ. അപ്പൊ നമുക്കറിയാം ഈ ഒരു ഘട്ടത്തിൽ അല്ലെ ഇവരുടെ അഭിപ്രായങ്ങളൊക്കെ നമ്മൾക്ക് ലഭിക്കണം അല്ലെ. ഈ കേസ് ഈ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ വെച്ച് ഒരു സ്റ്റാൻഡേർഡ് ഒക്കെ ഫിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം എന്താണ് എംപ്ലോയീസ് ഷുഡ് ഹാവ് ദ ഓപ്പർച്യൂണിറ്റി ടു ഗിവ് ഇൻപുട്ട് ഓൺ ദിസ് മെറ്റീരിയൽ. അവരിൽ നിന്ന് നമ്മൾ വീണ്ടും അഭിപ്രായങ്ങൾ നേടാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കണം. നമ്മൾ ഒരു സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്ത് അടുത്ത ചിലപ്പോൾ അവർക്ക് ശേഷമുള്ള വ്യക്തികളെ കൊണ്ടായിരിക്കും അടുത്ത ഡ്യൂട്ടികളെ ഏൽപ്പിച്ചു കൊടുക്കുന്നത് അല്ലെ. അങ്ങനെ ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ ചിലപ്പോൾ സ്വീകാര്യമായിരിക്കും, ആ ഉദ്ദേശിച്ച സ്റ്റാൻഡേർഡിൽ തന്നെ റിസൾട്ട് കിട്ടി എന്ന് വരാം. അപ്പൊ അതുകൊണ്ട് തന്നെ അത് എവാലുവേറ്റ് ചെയ്യാൻ എന്തായിട്ട് എന്താണ് അവിടെയുള്ള എംപ്ലോയീസിന് അവസരങ്ങൾ കൊടുക്കണം. എംപ്ലോയീസ് ഷുഡ് ഹാവ് ദ ഓപ്പർച്യൂണിറ്റി ടു ഗിവ് input on this material. They are the one doing their job and will have a key insight into what skill then competencies and goal will most efficiently continue to company goal attainment. നമുക്കറിയാം കമ്പനിയുടെ ലക്ഷ്യം നേടിയെടുക്കുക അല്ലെ. നമ്മളിപ്പോ ഹോസ്പിറ്റൽ മാത്രമല്ല, ഓർഗനൈസേഷൻ അല്ലെങ്കിൽ കമ്പനി നമുക്കറിയാം ഏതിനും എന്താണ് ഉണ്ടാവുക, മെയിനായിട്ട് എന്തുണ്ടാവും, ഏതൊരു സ്ഥാപനത്തിന് മെയിനായിട്ട് എന്തുണ്ടാവും, എന്തെങ്കിലും കാര്യം ഉണ്ടാവോ? ഉണ്ടാവും അല്ലെ, അവർക്ക് ഗോൾ ഉണ്ടാവും. അപ്പൊ അത് തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അവരിൽ നിന്ന് അവർക്കൊരു ഓപ്പർച്യൂണിറ്റി കൊടുക്കണം അവിടെയുള്ള എംപ്ലോയീസിന്. പിന്നെ നെക്സ്റ്റ് സെന്റൻസിൽ എന്താ പറയുന്നത്, ഏതൊരു കമ്പനിക്കും എന്താണ് ഒരു ഗോൾ അച്ചീവ് ചെയ്യാനായിട്ട് ഉണ്ടാവും അല്ലെ, ഒരു ലക്ഷ്യം നേടിയെടുക്കാനായിട്ട് ഉണ്ടാവും.
അത് അവിടെയുള്ളവരിൽ നിന്ന് എന്താണ് എഫക്റ്റീവായിട്ട് അവിടെയുള്ള തൊഴിലാളികളെ കൊണ്ട് നല്ല രീതിയിലുള്ള സംഭാവനകൾ നേടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എന്താണ് കമ്പനിക്ക് ഗോൾ നേടിയെടുക്കാൻ സാധിക്കും അല്ലെ. അപ്പൊ ദേ ആർ വൺ ഡൂയിങ് ദർ ജോബ് and will have key insight into what skill, competency and goals will most efficiently contribute to company goal achievement. അപ്പൊ ഈ ലക്ഷ്യം കൈവരിക്കുന്നത് ഏറ്റവും ഫലപ്രദമായിട്ടുള്ള സംഭാവന ചെയ്യുന്ന കഴിവുകൾ അതായിരിക്കണം അവിടെ നിന്ന് പ്രതീക്ഷിക്കുന്നത്. അതായത് അവിടെയുള്ള ഓരോ എംപ്ലോയീസിനെ കൊണ്ടും മോസ്റ്റ് ആയിട്ട് അവര് എഫിഷ്യന്റ് ആയിട്ട് എന്താണോ തരുന്നത് അതിനെ കുറിച്ചിട്ട് നമ്മൾ എപ്പോഴും ചിന്തിക്കുക അല്ലെ. മാനേജ്മെന്റ് എപ്പോഴും അങ്ങനെ ചിന്തിക്കുക. കാരണം അവിടെയുള്ള വർക്കേഴ്സിൽ നിന്ന് മാക്സിമം എഫേർട്ട് നേടിയെടുക്കാനായിട്ട് അവര് ശ്രമിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ് അവരിൽ നിന്ന് അല്ലെ ഓരോ ഉൾക്കാഴ്ചയോട് കൂടിയിട്ട് അവരെ കഴിവുകൾ നേടിയെടുക്കാനായിട്ടുള്ള പല പല കാര്യങ്ങളും മാനേജ്മെന്റ് ശ്രദ്ധിക്കുമെന്നുള്ളതാണ്. അതാണ് ഉദ്ദേശിക്കുന്നത്. ദേ ആർ വൺ ഡൂയിങ് ദർ ജോബ് ആൻഡ് വിൽ ഹാവ് കീ ഇൻസൈറ്റ് അല്ലെ ഉൾക്കാഴ്ചയോട് കൂടിയിട്ട് വാട്ട് സ്കിൽസ് കോമ്പറ്റൻസ് ആൻഡ് ഗോൾസ് വിൽ മോസ്റ്റ് എഫിഷ്യന്റ്. ഈ ഓരോ ലക്ഷ്യം നേടിയെടുക്കാനായിട്ട് അവിടെയുള്ള ഓരോ വർക്കേഴ്സിൽ നിന്നും നല്ല കാര്യക്ഷമമായിട്ടുള്ള സംഭാവനകൾ നേടിയെടുക്കാനായിട്ട് അത് അവരെ കൊണ്ട് എത്രത്തോളം നേടിയെടുക്കാനായിട്ട് സാധിക്കും എന്നുള്ള കാര്യത്തെ കുറിച്ചിട്ടായിരിക്കും എന്താണ് ഫീഡ്ബാക്ക് സ്റ്റേജിൽ കൈകാര്യം ചെയ്തു പോകുന്നത്. എപ്പോഴും അവരിൽ നിന്ന് ചോദ്യങ്ങൾ ചോദിച്ചെടുക്കുക അല്ലെ. അവർക്ക് ഒരു ഇൻവോൾവ്മെന്റ് കൊടുക്കാം. അപ്പൊ അവര് തീർച്ചയായിട്ടും അവരുടെ ആ ഒരു പ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോഴുണ്ടാകുന്ന കുറെ മാറ്റേഴ്സുകൾ അവർ ഡിസ്കസ് ചെയ്യും അല്ലെ. മാനേജ്മെന്റിനോട് ഷെയർ ചെയ്യും. ദെൻ എന്താണ് മാനേജ്മെന്റ് ഇങ്ങനെ ഷെയർ ചെയ്യുമ്പോൾ വെറുതെ കേട്ടിരിക്കുക മാത്രമാണോ? അല്ല, അവരുടെ മൈൻഡിലും ഒരു ലക്ഷ്യമുണ്ട് അല്ലെ. നന്നായിട്ട് തന്നെ കമ്പനിയുടെ ലക്ഷ്യം നേടിയെടുക്കാനായിട്ട് അവിടെയുള്ള വർക്കേഴ്സിൽ നിന്ന് എത്രത്തോളം എഫിഷ്യൻസി നേടിയെടുക്കാനായിട്ട് സാധിക്കും അതിനെ കുറിച്ചിട്ട് അവർക്ക് മനസ്സിലാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഫീഡ്ബാക്ക് സ്റ്റേജില് അവരിൽ നിന്ന് അഭിപ്രായം അല്ലെ ആ ഒരു എംപ്ലോയീസിന്റെ അഭിപ്രായങ്ങൾ ആരായുന്ന ഒരു സ്റ്റേജ് ആണ് ഫീഡ്ബാക്ക് സ്റ്റേജിൽ നടത്തിക്കൊണ്ടു പോകുന്നത്. ക്ലിയർ ആയോ? നെക്സ്റ്റ് നോക്കാം. വായിച്ചു നോക്കണോ? വായിച്ചു പോവാട്ടോ. ക്ലിയർ ആണ്. നെക്സ്റ്റ് നോക്കാം. ദ അപ്രൂവൽ സ്റ്റേജ്. അപ്രൂവൽ സ്റ്റേജ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അപ്രൂവ് ചെയ്യാന്ന് പറയുമ്പോൾ എന്താണ് അംഗീകാരം അല്ലെ. അംഗീകാര ഘട്ടമാണ് ഈ സ്റ്റേജിൽ വരുന്നത്. നമുക്ക് എന്താണ് മാനേജ്മെന്റ് ആൻഡ് എംപ്ലോയി ബോത്ത് അഗ്രി ടു ഡെഫിനിഷൻ ഓൺ ദ റോൾ ഗോൾസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ്. അതായത് നമ്മളിപ്പോ മനസ്സിലാക്കി അല്ലെ ഒരു ഗോൾസും ലക്ഷ്യം അല്ലെ. മെയിൻ ആയിട്ട് ഒരു ലക്ഷ്യത്തിന്റെ ഒരു ഡെഫിനിഷനിലേക്ക് എത്താൻ ഒരു സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്ത് അവരിൽ നിന്ന് നമ്മളൊരു സ്റ്റാൻഡേർഡിലേക്ക് എത്തി ദെൻ വീണ്ടും അവരെയൊക്കെ ഈ ഡ്യൂട്ടിയിലേക്ക് ഏർപ്പെടുത്തിയിട്ട് അവരുടെ ഫീഡ്ബാക്കുകൾ മനസ്സിലാക്കിയെടുത്തു. പിന്നെന്താണ് അതിന് ആ ഒരു ഡെഫിനറ്റ് സ്റ്റേജിലേക്ക് അല്ലെ നമ്മൾ ഉദ്ദേശിച്ച കാര്യം അപ്രൂവ് ചെയ്യാൻ അംഗീകരിക്കുന്ന ഒരു ഘട്ടത്തിലേക്കാണ് വരുന്നത്. അപ്പൊ മാനേജ്മെന്റ് ആൻഡ് എംപ്ലോയി ബോത്ത് അഗ്രി ടു ദ ഡെഫിനിഷൻ ഓഫ് ദ റോൾ ഗോൾസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ്. അതായത് ഇന്നതാണ് ലക്ഷ്യം, ആ ലക്ഷ്യം നേടിയെടുക്കാനായിട്ട് ഓരോരുത്തരുടെയും പങ്ക് ഇതാണ്. അങ്ങനെ മാനേജ്മെന്റും അവിടെയുള്ള തൊഴിലാളികളും എന്താണ് എഗ്രി ചെയ്യുന്നത് അല്ലെ. എഗ്രിമെന്റിൽ എത്തുകയാണ്. ഇങ്ങനെയൊക്കെ ചെയ്താൽ മാത്രമാണ് ഈ ലക്ഷ്യം നേടിയെടുക്കാൻ സാധിക്കുക എന്നുള്ളത് ആ സ്റ്റേജിലേക്ക് എത്തുന്നതാണ് ദ അപ്രൂവൽ സ്റ്റേജ് എന്ന് പറയുന്നത്. By making this first step of the performance management process collaborative, then management sets the stage for the process as a whole to be collaborative and the employees feels that they are involved in goal setting, an important thing as evidenced by the Goldberg study. അതായത് നമുക്ക് അറിയാം ഒരു അല്ലെ ഒരു സ്ഥാപനം നമ്മള് ഒരു മാനേജ്മെന്റ് എന്ന് പറയുന്നത് എന്താണ് എല്ലാവരും മേയിച്ചുകൊണ്ടിരിക്കുന്നവരുടെ ഒരു രീതിയാണെങ്കിൽ എന്താണ് അവിടെയുള്ള തൊഴിലാളികൾ എന്താണ് ഒരു ചിലപ്പോൾ അക്സെപ്റ്റബിൾ ആവില്ല അല്ലെ. ഒരു ഡയറക്ഷൻ മാത്രം കൊടുത്ത് അവരെ കൊണ്ട് ഇന്നത് ചെയ്യിപ്പിച്ചു, നിങ്ങളുടെ ഡ്യൂട്ടി ഇതാണ്, നിങ്ങൾ ഇത് ചെയ്യുക, അല്ലെങ്കിൽ ഇത് നിങ്ങളുടെ ഡ്യൂട്ടി ഇന്ന സമയത്തോട് ചെയ്യണം, അങ്ങനെ ഒരു ഡയറക്ഷൻ മാത്രം കൊടുത്തുകൊണ്ട് അല്ലെ കമാൻഡ് ആൻഡ് ഓർഡർ മാനേജ്മെന്റ് തലത്തിൽ നിന്ന് മാത്രം കിട്ടുന്ന രീതിയാണെങ്കിൽ അവിടെ നന്നായിട്ട് വർക്ക് ഫ്ലോ ആയിട്ട് പോകും. ഒരു കമാൻഡ് ആൻഡ് ഓർഡറോട് കൂടിയിട്ട് അവിടെയുള്ള വർക്കേഴ്സിനെ കൊണ്ട് ജോലി ചെയ്യിപ്പിച്ചാല് നല്ല ബെറ്റർ ആയിട്ട് പോകുമോ അവിടുത്തെ വർക്കിങ്? ഇല്ല അല്ലെ. നമ്മൾ നേരത്തെ കണ്ടു അവിടെ ഒരു ഇൻവോൾവ്മെന്റ് വേണം അല്ലെ. അതാണ് ഇതിലും ഈ ഒരു പാരഗ്രാഫിലും ഇൻക്ലൂഡഡ് ആയിട്ട് പ്രധാനമായിട്ട് എടുത്ത് പറയുന്നത് എന്താണ് അവിടെ അത്തരത്തിലുള്ള ഒരു ഡെഫിനിഷൻ എടുക്കുന്നത് തന്നെ എന്താണ് അവിടെയുള്ള വർക്കേഴ്സിനെയും കൂടി ഇൻവോൾവ് ചെയ്ത് അവരുടെ ഫീഡ്ബാക്കുകൾ മനസ്സിലാക്കി അവരെ ഇൻവോൾവ് ചെയ്യിപ്പിച്ചുകൊണ്ട് തന്നെയാണ് അവിടെ ഒരു ഡെഫിനിഷനിലേക്ക് എത്തുന്നത് അല്ലെ. By making this the first step of performance management process collaborative അല്ലെ. അത്
സഹകരണത്തോടു കൂടിയിട്ടാണ് ഈ ഒരു പെർഫോമൻസ് മാനേജ്മെന്റിൽ ഈ പ്രോസസ് നടത്തുന്നത്. മാനേജ്മെന്റ് സെറ്റ്സ് ദ സ്റ്റേജ് ഫോർ ദ പ്രോസസ് ആസ് ഓൾ ടു ബി കോളബറേറ്റീവ്. എല്ലാവരും തന്നെ എല്ലാവരുടെയും സഹകരണത്തോടു കൂടി മാത്രമാണ് ഈ സ്റ്റേജ് സെറ്റ് ചെയ്യുന്നത്. ആൻഡ് ദ എംപ്ലോയി ഫീൽസ് ദാറ്റ് ദേ ആർ ഇൻവോൾവ്ഡ് ഇൻ ഗോൾ സെറ്റിംഗ്, അല്ലെ? അപ്പൊ അവിടെ നമുക്കറിയാം അവിടെ ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. ആരെ ചെയ്യിപ്പിക്കുന്നുണ്ട്? അവിടെയുള്ള വർക്കേഴ്സിനെ ചെയ്യിപ്പിക്കുന്നുണ്ട്, അല്ലെ? അപ്പൊ അങ്ങനെ ഇൻവോൾവ് ചെയ്യിപ്പിക്കുന്നുണ്ടെന്ന് അവരുടെ മൈൻഡിലേക്ക് വരുമ്പോൾ തന്നെ എന്താണ്, അവർക്ക് നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാനായിട്ട് സാധ്യതയുണ്ട്, അല്ലെ? അതാണ് പറയുന്നത് ആ ഇമ്പോർട്ടന്റ് തിങ്. അങ്ങനെ ഇൻവോൾവ് ചെയ്യിക്കുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ആ എവിഡൻസ്ഡ് ബൈ ദ ഗാപ്പ് സ്റ്റഡി. അതായത് അവിടെ നമുക്ക് ആ ഒരു ഗ്യാപ്പ് ഫീൽ ചെയ്യില്ല, അല്ലെ? മാനേജ്മെന്റിന്റെ ഡയറക്ഷനോ കമാൻഡിങ് ഓർഡറോ കൊണ്ട് മാത്രമല്ല അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്, അവരോടൊപ്പം, അല്ലെ, മാനേജ്മെന്റും കൂടി പങ്കാളികളായിട്ടാണ് തീരുമാനങ്ങൾ എടുക്കുന്നത്. ആ ഒരു ഗ്യാപ്പ് അതുകൊണ്ട് വരാനായിട്ടുള്ള സാധ്യതയില്ല. എവിഡൻസ്ഡ് ബൈ, അതുകൊണ്ടാണ് ഗാപ്പ് സ്റ്റഡി ചെയ്യുന്നത് കൊണ്ട് അവിടെ അസ്യൂം ചെയ്ത് മനസ്സിലാക്കി തരുന്നത്. ക്ലിയർ ആയോ? അവിടെ ഒരു ഡെഫിനിഷന് അവിടെയുള്ള തൊഴിലാളികളും കൂടി അംഗീകരിക്കുകയാണ് എന്നുള്ളതാണ് ഈ സ്റ്റേജിൽ വരുന്നത്. ക്ലിയർ ആയോ? ഓക്കെ ആണോ? നാളെ പറയേണ്ടതുണ്ടോ? അതാണ് ഞാൻ ആ ഒരു വേര് വെച്ച് വീണ്ടും പറഞ്ഞത്. ശരിക്കും ഗാപ്പ് സ്റ്റഡി എന്ന് പറഞ്ഞാൽ ഹോൾസിനെ നമ്മള് കുതിരയുടെ മുകളിൽ നിന്നുകൊണ്ട് അവര് യാത്ര ചെയ്യുകയും, അതായത് അദ്ദേഹം അടിക്കുന്ന വഴിക്കാണ് കുതിര പോകുന്നത്, അല്ലെ? കുതിര അയാളുടെ മുകളിൽ വെച്ചിട്ട് ആ യജമാനെ കൊണ്ട് പോകുന്നത്, അല്ലേ? ശരിയല്ലേ? കുതിര വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോ അങ്ങനെയല്ലേ? കുതിരേനെ അദ്ദേഹം അതിന്റെ മുകളിലിരിക്കുന്ന വ്യക്തി ഡയറക്റ്റ് ചെയ്യും, അല്ലെ? അടിച്ച് ഡയറക്റ്റ് ചെയ്യുന്ന അനുസരിച്ചിട്ടാണ് അദ്ദേഹം ആ ഒരു കുതിര പോകുന്നത്. ഓക്കെ, അതാണ് ഇവിടെ ഗാപ്പ് സ്റ്റഡിയിൽ പറയുന്നത്. അങ്ങനെ ഒരു രീതിയല്ല ഇവിടെ, അല്ലെ? മാനേജ്മെന്റ് എന്ന് പറയുന്നത് അദ്ദേഹം ഇങ്ങനെ ഒരു കമാൻഡ് ആൻഡ് ഓർഡർ ഇട്ടിട്ട് അവിടെയുള്ള വർക്കേഴ്സിനെ കൊണ്ട് തൊഴിൽ ചെയ്യിപ്പിക്കുന്ന ഒരു രീതിയല്ല. അല്ലല്ലോ, നമ്മൾ പറഞ്ഞത് അങ്ങനെയല്ലേ? അവിടെയുള്ള വർക്കേഴ്സിനെയും കൂടി ഇൻവോൾവ് ചെയ്തിട്ടുള്ള കാര്യമാണ്, അല്ലെ? ആണോ? ഓക്കെ, അതാണ് ആ ഒരു ഗാപ്പ് സ്റ്റഡിയിൽ പറയുന്നത്. ക്ലിയർ ആക്കും. അത് ആ ഒരു വേദിയിൽ നിന്ന് അതാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഡയറക്റ്റ് ആൻഡ് കമാൻഡ് ഓർഡർ അല്ല മാനേജ്മെന്റ് ഭാഗത്തു നിന്ന് കൊടുക്കുന്നത്. മാനേജ്മെന്റും അവിടെയുള്ള വർക്കേഴ്സും കൂടി ഇൻവോൾവ് ചെയ്തിട്ടാണ് അവരൊരു ഡെഫിനിഷനിലേക്ക് എത്തുന്നത് എന്നുള്ളത്. അങ്ങനെയാണ് അവരെ അപ്രൂവ് ചെയ്യുന്നത്, ഓക്കെ, അംഗീകാരം കൊടുക്കുന്നത്. ക്ലിയർ ആയോ? വായിച്ചു നോക്കണോ? ജസ്റ്റ് വായിച്ചു നോക്കാട്ടോ. ഇതെല്ലാം നമ്മൾ പ്ലാനിങ് എന്ന സ്റ്റേജിൽ വരുന്ന ഘട്ടങ്ങളാണ്. പ്ലാനിങ്ങിൽ ആദ്യം തന്നെ ഡിഫൈനിങ് സ്റ്റേജ് വരുന്നുണ്ട്, ഫീഡ്ബാക്ക് സ്റ്റേജ് ഉണ്ട്, പിന്നെയാണ് അപ്രൂവ് ചെയ്യുന്നത്, അല്ലെ? അപ്രൂവ് ചെയ്യുമ്പോഴാണ് ആ ലാസ്റ്റ് വേര് വരുന്നത്. ഒരിക്കലും കമാൻഡ് ആൻഡ് ഓർഡർ എന്നുള്ള രീതിയിലല്ല അപ്രൂവ് ചെയ്യുന്നത്. വൺ വേഡ് പറയാമോ എന്ന് ചോദിച്ചാൽ അത്രയും വൺ വേഡ് ക്വസ്റ്റ്യൻസ് ഒന്നും അതിൽ വരുന്നില്ല. എന്നാലും നിങ്ങൾ ആ സെന്റൻസുകളിൽ തന്നെ ഉണ്ട്. അതായത് എല്ലാവർക്കും കൂടി ഒരു ഇൻവോൾവ്മെന്റ്, അതാണ് പ്രധാനമായിട്ടും സ്പെസിഫിക് ആയിട്ട് എടുത്ത് ചോദിക്കുന്ന ചോദ്യത്തിൽ ഇൻവോൾവ് ചെയ്യാം ചോദിക്കുന്നത്. അതായത് മിക്കപ്പോഴും നമുക്കറിയാം അവിടെ മാനേജ്മെന്റും എംപ്ലോയീസും ഇൻവോൾവ് ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു മീനിങ്ങിലുള്ള ചോദ്യങ്ങളാണ് പൊതുവെ കാണാറുണ്ട്. എന്തായാലും മോക്ക് ടെസ്റ്റിൽ ഉൾപ്പെടുത്താം. പ്രധാനമായിട്ടും നിങ്ങൾ ഇതിലെല്ലാം ഈ സ്മാർട്ട് എന്നുള്ള കാര്യം അത് കൺഫേം ചെയ്ത് അതിനെ മനസ്സിലാക്കി തന്നെ പഠിക്കുക. പിന്നെ എന്താണ് ഇതിന്റെ ഈ സ്റ്റേജുകൾ, ഏതൊക്കെ സ്റ്റേജുകളാണ് ഇതിൽ നിന്ന് വരിക, അല്ലെ? ഡിഫൈനിങ് സ്റ്റേജ് ഉണ്ട്, ഫീഡ്ബാക്ക് സ്റ്റേജ് ഉണ്ട്, അപ്രൂവൽ സ്റ്റേജ് ഉണ്ട്. അതെല്ലാം എന്തിന്റെ അണ്ടറിൽ വരുന്നത്? പ്ലാനിങ്ങിന്റെ അണ്ടറിൽ വരുന്ന സ്റ്റേജുകളാണ്. പിന്നെ ഇത് മീനിങ് മനസ്സിലാക്കി എടുക്കാനായിട്ടുള്ള രീതിയുള്ളൂ. ഓക്കെ ആണോ? നെക്സ്റ്റ് നമുക്ക് നോക്കാം കോച്ചിങ്. അങ്ങനെ ചെയ്യാമോ? ജസ്റ്റ് വായിച്ചു നോക്കണമെങ്കിൽ വായിച്ചു നോക്കിക്കോളൂ കേട്ടോ വരെ. അതായത് ജസ്റ്റ് ഒന്ന് പെട്ടെന്നൊന്ന് വായിച്ചു നോക്കുമ്പോൾ നമുക്ക് ക്ലിയർ ആവില്ല. പക്ഷെ നിങ്ങൾക്ക് ഏകദേശം ഐഡിയ കിട്ടില്ല. അപ്പൊ തന്നെ നിങ്ങൾ നോട്ട് ചെയ്ത് പോവുക. എന്തെങ്കിലും
എന്താ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്ത് പോകാം. അതിനോടൊപ്പം തന്നെ മുകളിൽ എഴുതിയൊക്കെ വെച്ച് പോകും. ചെയ്യണോ? നെക്സ്റ്റ് ഇതിലേക്ക് പൊക്കോട്ടെ. കളയണ്ട. കോച്ചിങ് അടുത്ത ഇതാണ്. കോച്ചിങ് പറയുന്നത് എന്താണ്? കോച്ചിങ്ങിന് നമുക്കറിയാം അല്ലെ, നമ്മളിപ്പോ ഒരു ഡെഫിനിഷൻ തീരുമാനിച്ചു. ഇനി അതിലെ ഓരോ സ്റ്റേജ് കഴിഞ്ഞ് നമ്മൾ കണ്ടല്ലേ, ഈ മെയിൻ ആയിട്ടുള്ള ഒരു ഗോൾ ഉണ്ട്. അതിന് ചെറിയ കുഞ്ഞു ഗോളുകൾ എന്താണ് നമ്മൾ നേടിയെടുക്കേണ്ടതുണ്ട്. ഈ ഒബ്ജക്റ്റീവ്സ് നേടിയെടുക്കേണ്ടതുണ്ട്. അപ്പൊ ഒരു ഡെഫിനിഷനിലേക്ക് അവിടെ ഇന്ന ഡ്യൂട്ടികളൊക്കെ ചെയ്യണമെന്നുള്ള രീതിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എന്താണ്, പിന്നെ അവർക്ക് ഡ്യൂട്ടി ചെയ്യാനുള്ള അവസരങ്ങൾ വരികയാണ് അല്ലെ. ഡ്യൂട്ടി ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അതനുസരിച്ചിട്ട് അവർക്ക് ട്രെയിനിങ്ങും കോച്ചിങ്ങും കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടതുണ്ട് അല്ലെ. അപ്പൊ കോച്ചിങ് എന്നുള്ള ഘട്ടത്തിൽ എന്താ നോക്കാം. ഫസ്റ്റ് അതും ഇങ്ങനെ എന്താണ് സ്റ്റേജുകളായിട്ട് തന്നെയാണ് കവർ ചെയ്ത് പോകുന്നത്. എന്താണ് ഫസ്റ്റ് ഓർഗനൈസിംഗ് മീറ്റിംഗ് ആണ് ടൈംലി റെഗുലർ ബേസ്, then provide necessary training, coaching and solutions, then solicit feedback on both the side, then revisit objectives and necessary. അത്രയും 4 സ്റ്റേജുകളിലൂടെയാണ് ആ ഒരു കോച്ചിങ് എന്നുള്ള ഇത് പോകുന്നത്. നോക്കാം. ഫസ്റ്റ് പറയുന്നത് ഓർഗനൈസ് മീറ്റിംഗ്സ് ഓൺ എ ടൈംലി റെഗുലർ ബേസ്. അപ്പൊ അവിടെയുള്ള ഡ്യൂട്ടി അല്ലെ, മാനേജേഴ്സ് അവിടെയുള്ള വർക്കേഴ്സ് തമ്മിൽ ഏകദേശം ധാരണയിലൊക്കെ എത്തി അവരുടെ ഡ്യൂട്ടി തന്നുകൊണ്ടിരിക്കുകയാണ്. Then when the parameters of the job and objectives for the future have been set, the next step of the performance management process is initiated അല്ലെ. നമ്മൾ അടുത്തൊരു സ്റ്റെപ്പിലേക്ക്, അതായത് ഇത്രയും തീരുമാനങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്കറിയാം അടുത്തത് പെർഫോമൻസിലേക്ക് അല്ലെ, അവിടെ ഡ്യൂട്ടിയിലേക്ക് നമ്മൾ പോകണം അല്ലെ. അതാണ് പറയുന്നത് പെർഫോമൻസ് മാനേജ്മെന്റ് പ്രോസസ് ഇനീഷ്യേറ്റഡ്. അടുത്ത സ്റ്റെപ്പായിട്ട് നമ്മൾ പോകേണ്ടതാണ്. Then the process of coaching is extremely important and must be carried out on a regular basis. അതായത് ഇവിടെ നമുക്കറിയാം മോസ്റ്റ്ലി അല്ലെ, നമുക്ക് അവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത് അല്ലെ, റെഗുലർ ആയിട്ട് നമ്മൾ ഡ്യൂട്ടികൾ ചെയ്തുകൊണ്ട് പോകണം അല്ലെ. അത് നമ്മൾ എന്താണോ തീരുമാനിച്ചത് അതനുസരിച്ചിട്ട് അവിടെയുള്ള വർക്കേഴ്സ് അവരുടെ ഡ്യൂട്ടികൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രീതിയിൽ തന്നെ അത് ചെയ്തുകൊണ്ട് പോകണം. The meeting should be at least quarterly, although monthly meeting are the most suitable. ആക്ച്വലി എന്താണ്, ഡെയിലി വേണമെങ്കിൽ മീറ്റിംഗ് ഒക്കെ സംഘടിപ്പിക്കാം. അതായത് നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ മാനേജ്മെന്റും എന്താണ് അവിടെയുള്ള വർക്കേഴ്സും കൂടിയൊക്കെ തീരുമാനിച്ചെടുത്തിട്ടാണ് ഡ്യൂട്ടി കൈകാര്യം ചെയ്ത് പോകുന്നത് അല്ലെ. അപ്പൊ തന്നെ നമുക്കറിയാം എല്ലാ ദിവസവും മീറ്റിംഗ് കൂടുകയാണെങ്കിൽ അത്ര നല്ലത് അല്ലെ. നമ്മള് ഓക്കെ ഡ്യൂട്ടി ഇപ്പൊ ഒരു പുതിയ സംരംഭമാണ് തുടങ്ങണമെങ്കിൽ നമുക്കറിയാൻ പറ്റും എന്താണ് അവര് ഫസ്റ്റ്ലി തന്നെ എന്താണ് എല്ലാ ദിവസവും എന്താണ് കുറച്ച് മീറ്റിംഗ് ഒക്കെ ഉദ്ദേശിച്ച രീതിയിൽ നടന്നു പോകുന്നുണ്ടോ എന്ന് എവാലുവേറ്റ് ചെയ്യാനായിട്ട് ദിവസവും ഒരു മീറ്റിംഗ് ഒക്കെ സംഘടിപ്പിച്ചു പോകും. പിന്നെ നമുക്കറിയാം എന്താണ് അവരുടെ വലിയ കുഴപ്പമില്ലാതെ വർക്ക് സ്മൂത്ത് ആയിട്ട് പോവുകയാണെങ്കിൽ അവരത് ചിലപ്പോൾ വീക്കിലി ആക്കി മാറ്റും. then അവരെന്താണ് അത് മന്ത്ലി മീറ്റിംഗ് ഒക്കെ സംഘടിപ്പിക്കും. അതായത് ഇവരുടെ ഫീഡ്ബാക്ക് ഒക്കെ ആയിട്ട് അവിടെയുള്ള വർക്കേഴ്സിന്റെ ഫീഡ്ബാക്ക് ഒക്കെ ആയിട്ട് എന്നെന്നും മാനേജ്മെന്റും കൂടി ഡിസ്കഷൻ ഒക്കെ എടുത്ത് പോകാൻ വേണ്ടിയിട്ടാണ് മീറ്റിംഗ് സംഘടിപ്പിക്കുന്നത്. ക്ലിയർ ആവുന്നില്ലേ? മീറ്റിംഗ് എന്തിനു വേണ്ടിയാ സംഘടിപ്പിക്കുന്നത്? എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടാവില്ലേ മീറ്റിംഗ് ഒക്കെ സംഘടിപ്പിക്കുന്നതിന്? അതായത് അവിടെയുള്ള വർക്ക് നല്ല സ്മൂത്ത് ആയിട്ട് പോകുന്നതിന് എന്തെങ്കിലും തടസ്സങ്ങളുണ്ടോ, അവിടെ എന്തെങ്കിലും ട്രെയിനിങ്ങിന്റെ ആവശ്യകതകളുണ്ടോ, എന്തെങ്കിലും തടസ്സങ്ങളുണ്ടോ, ടൈമിൽ എന്തെങ്കിലും എന്താണ് വല്ല മെഷീൻസ് ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്യണോ, അങ്ങനെയൊക്കെയുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ് അവര് ഡെയിലി ഇങ്ങനെ മീറ്റിംഗ് അവിടെയുള്ള വർക്കേഴ്സും മാനേജ്മെന്റും തമ്മിൽ ഒന്നിച്ച് നിന്ന് പ്രവർത്തിക്കുമ്പോൾ റെഗുലർ മീറ്റിംഗ് ആയിട്ട് സംഘടിപ്പിച്ച് പോകണം എന്ന് പറയുന്നത്. ഇൻ കേസ് സെക്കൻഡ് സെന്റൻസ് നോക്കാം, മീറ്റിംഗ് ഷുഡ് ബി അറ്റ്ലീസ്റ്റ് ക്വാർട്ടർലി, ഓൾദോ മന്ത്ലി മീറ്റിംഗ് ആർ ദ മോസ്റ്റ് സ്യൂട്ടബിൾ. ഏതാണ് സൂട്ടബിൾ അല്ലെ, നമുക്ക് മീറ്റിംഗ് കൂടാനായിട്ട് അവസരം ഉണ്ടെങ്കിലും ഇൻ കേസ് ഡെയിലി കൂടാൻ പറ്റുമെങ്കിൽ അങ്ങനെ ഡെയിലിയും കൂടാം, അല്ല എങ്കിൽ മന്ത്ലി എങ്കിലും കൂടി പോകുക എന്നുള്ളത്. അതാണ് ഫസ്റ്റ് പറയുന്നത്. ഓർഗനൈസ് മീറ്റിംഗ് ഓൺ ടൈംലി ഓർ റെഗുലർ ബേസ്. റെഗുലർ ആയിട്ടോ അല്ലെങ്കിൽ
ഓരോ പേരിലെ ടൈമിലെ മന്ത്ലിയോ വീക്കിലിയോ ഒക്കെ മീറ്റിംഗ് സംഘടിപ്പിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് കോച്ചിങ്ങിൽ വരുന്നത്. ക്ലിയർ ആയോ? ഈ മീറ്റിംഗ് ഇങ്ങനെ സംഘടിപ്പിക്കുമ്പോൾ എന്തെങ്കിലും പ്രത്യേകതകൾ ഉണ്ടാവോ? വർക്കേഴ്സ് എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങൾ പറയില്ലേ? അറിയോ? നമുക്കൊരു ടാർജറ്റ് ഒക്കെ തന്നിട്ട് നമ്മളെ കൊണ്ട് ഒരു അല്ലെ അവിടെയുള്ള വർക്കേഴ്സ് നമ്മൾ മീൻസ് അവിടെ ഒരു കമ്പനിയാണ്, കമ്പനിയിൽ അവിടെയുള്ള വർക്കേഴ്സിനെ കൊണ്ടും ഇൻവോൾവ് ചെയ്തിട്ട് ചില തീരുമാനങ്ങളൊക്കെ എടുത്തു. അപ്പൊ എന്താണ് തീരുമാനങ്ങളൊക്കെ എടുത്തതിന് ശേഷം അവരെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കാതെ മീറ്റിംഗ് സംഘടിപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും എന്താണ് മീറ്റിംഗ് സംഘടിപ്പിക്കുമ്പോൾ അവർ അഭിപ്രായങ്ങൾ പറയും അല്ലെ, പറയുമെന്ന് പറഞ്ഞു. ഓക്കെ, അങ്ങനെ അഭിപ്രായങ്ങൾ പറയും അല്ലെ. അഭിപ്രായങ്ങൾ പറയുമ്പോഴാണ് മാനേജ്മെന്റിന് കുറച്ചും കൂടി മനസ്സിലായാലേ ചില കാര്യങ്ങളൊക്കെ എടുത്ത് തെറ്റായി പോയി, ചില കാര്യങ്ങളൊക്കെ മാറ്റി തീരുമാനങ്ങൾ എടുക്കേണ്ടതുണ്ട്, ചില ട്രെയിനിങ് ഒക്കെ കൊടുക്കേണ്ടതുണ്ട് എന്നൊക്കെ അവർക്ക് മനസ്സിലാവുള്ളൂ. അങ്ങനെയല്ലേ? ശരിയല്ലേ? ശരിയാണോ? ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഇതിലേക്ക് പോകാം. പ്രൊവൈഡ് നെസസറി ട്രെയിനിങ്, കോച്ചിങ് ആൻഡ് സൊല്യൂഷൻ. ഓക്കെ, നമ്മളപ്പോ ആദ്യം മീറ്റിംഗ് സംഘടിപ്പിക്കുന്ന കാര്യം പറഞ്ഞു. നെക്സ്റ്റ് എന്താണ്? പ്രൊവൈഡ് നെസസറി ട്രെയിനിങ്, കോച്ചിങ് ആൻഡ് സൊല്യൂഷൻ. അത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി അല്ലെ, അതിനാവശ്യമായിട്ടുള്ള പരിശീലനമോ അല്ലെ എന്തെങ്കിലും കോച്ചിങ് ഒക്കെ അല്ലെങ്കിൽ സൊല്യൂഷൻ എന്തെങ്കിലും അനുയോജ്യമായിട്ടുള്ള രീതിയിൽ എന്തെങ്കിലും പരിഹാര മാർഗങ്ങളൊക്കെ നേടിക്കൊടുക്കുക അല്ലെ, നിർദ്ദേശിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. ദീസ് മീറ്റിംഗ് ഷുഡ് concentrate on solutions and coaching opportunities rather than punitive measure for a lackluster performance. അതായത് നമ്മൾ എന്തെങ്കിലും അല്ലെ നമ്മൾ ഈ പറഞ്ഞോണം കാര്യമായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ നമുക്കറിയാം അത് എന്തെങ്കിലും പ്രോബ്ലം കൊണ്ടാണ് ഉദ്ദേശിച്ച രീതിയിൽ പെർഫോമൻസ് അവിടെയുള്ള വർക്കേഴ്സിന് കാഴ്ചവെക്കാൻ പറ്റാത്തത് അല്ലെ. അപ്പൊ അതെന്താണ്, അതെന്തുകൊണ്ടാണ് ഉദ്ദേശിച്ച രീതിയിൽ പെർഫോമൻസ് പറ്റാത്തത് എന്നുള്ളത് കണ്ടെത്തി അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തുക അല്ലെ, പരിഹാര മാർഗം കണ്ടെത്തുക എന്നുള്ളതാണ് പ്രധാനമായിട്ട് ഈ മീറ്റിംഗ് സംഘടിപ്പിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്. ദിസ് മീറ്റിംഗ് ഷുഡ് കോൺസെൻട്രേറ്റ് ഓൺ സൊല്യൂഷൻസ് ആൻഡ് കോച്ചിങ് ഓപ്പർച്യൂണിറ്റീസ്. ഇൻ കേസ് നമുക്കറിയാം ചിലപ്പോഴൊക്കെ ചില കോച്ചിങ്ങുകളുടെ ആവശ്യകത ഉണ്ടാവാം അല്ലെ. അതർ ദാൻ പ്രിവെന്റീവ് മെഷർ ഫോർ എ ലാക്സ്ലസ്റ്റർ പെർഫോമൻസ്. ചിലപ്പോൾ ആ ഒരു പെർഫോമൻസിന്റെ പ്രകടനത്തിന്റെ ഒരു അപാകത എന്ന് പറയുന്നത് ചിലപ്പോൾ എന്താണ് ചില കോച്ചിങ്ങുകൾ കിട്ടാത്തത് കൊണ്ടായിരിക്കാം. എങ്കിൽ എന്താണ് അവർക്ക് അതിനനുസരിച്ചിട്ട് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യേണ്ടതായിട്ട് അങ്ങനെ ഒരു സൊല്യൂഷൻ കണ്ടെത്തേണ്ടതായിട്ട് വരും. If accountability is made into a negative, then employee will avoid rather than being honest about where they are struggling. നമുക്കറിയാം അവിടെ എന്താണ് മറ്റ് ചിലപ്പോഴെങ്കിൽ നെഗറ്റീവിൽ എഫക്ട് ചെയ്യുന്നതിന് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് എന്താണ് അവിടെ സ്ട്രഗിൾ ആയിരിക്കും. അതായത് അവരെ കൊണ്ട് അങ്ങനെ ചെയ്യിപ്പിക്കാനായിട്ട് ചിലപ്പോൾ ഒരുപക്ഷെ അവർക്ക് കഴിവുണ്ടായെന്ന് വരാം, ചിലപ്പോൾ അവിടുത്തെ ആ സിറ്റുവേഷൻ അല്ലെ ആ ഒരു ചില സിറ്റുവേഷൻ നിലപാടുകളായിരിക്കാം അവരെ കൊണ്ട് ചിലപ്പോഴെങ്കിൽ അവരുദ്ദേശിച്ച നേട്ടം നേടിയെടുക്കാനായിട്ട് സാധിക്കാതെ വരുന്നത് അല്ലെ. അപ്പൊ ഉത്തരവാദിത്തങ്ങൾ എന്ന് പറയുന്നത് ഒരു നിഷേധാത്മകമായ രീതിയിൽ അവരെ എവിടെയെങ്കിലും ബുദ്ധിമുട്ടുന്നതിനെ കുറിച്ചിട്ടായിരിക്കാം അല്ലെ. അപ്പൊ അവർക്ക് ആ ഒരു സത്യസന്ധത നീതി പുലർത്താൻ പറ്റാത്തത് എന്തുകൊണ്ടാന്ന് വെച്ചുകഴിഞ്ഞാൽ അവിടുത്തെ ഒരു സിറ്റുവേഷൻ ആയിരിക്കും. അത് ആയിരിക്കും ചിലപ്പോൾ ഒരുപക്ഷെ ഉത്തരവാദിത്വം അവർക്ക് നിറവേറ്റാൻ പറ്റാത്തത്, നെഗറ്റീവായിട്ട് റിഫ്ലക്ട് ചെയ്യുന്നത്. In certain cases, management training in this area can be really helpful to an organization. Okay, അപ്പൊ നമുക്കറിയാം ചിലപ്പോഴെന്താണ് അവരെ ആ സിറ്റുവേഷൻ ചിലപ്പോൾ നേരത്തെ ഉദ്ദേശിച്ച രീതിയിൽ പ്ലാൻ ചെയ്തതൊക്കെ ആയിരിക്കാം. പക്ഷെ ഇൻ കേസ് അല്ലെ ഓപ്പർച്യൂണിറ്റി കറക്റ്റ് ആയിട്ടുള്ള ടൈമില് റെലവന്റ് ടൈമിൽ ചിലപ്പോൾ അവർക്കത് എന്താണ് ഉദ്ദേശിച്ച രീതിയിൽ നേടാനായിട്ട് സാധിക്കുന്നില്ല എങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു അല്ലെ എന്തെങ്കിലും ഒരു അപാകത കൊണ്ടായിരിക്കും. ഇൻ കേസ് ചിലപ്പോൾ അറ്റ്മോസ്ഫിയർ എന്തെങ്കിലും സ്ട്രഗിൾ കൊടുക്കുന്നത് കൊണ്ടായിരിക്കും. ഇന്ന സമയത്തിനുള്ളിൽ ചെയ്തു തീർക്കണം എന്നുള്ള പെട്ടെന്നുള്ള സ്ട്രഗിൾ വന്നിട്ട് നമുക്ക് സ്പീഡിലി ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടായിരിക്കും. അങ്ങനെയുള്ളവർക്കൊക്കെ എന്താണ് ചിലപ്പോൾ എന്തെങ്കിലും ഒരു ട്രെയിനിങ് കിട്ടിക്കഴിഞ്ഞാൽ അവർ ഓക്കെ ആയി വരും അല്ലെ. അതുകൊണ്ടാണ് പറയുന്നത് ഇൻ സർട്ടൻ കേസസ് മാനേജ്മെന്റ് ട്രെയിനിങ് ഈസ് ദ എന്താണ് ഇൻ ദിസ് ഏരിയ കാൻ ബി റിയലി ഹെൽപ്ഫുൾ ടു ആൻ ഓർഗനൈസേഷൻ. ചിലപ്പോൾ മറ്റു ഏരിയകളിലൊന്നും വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായെന്ന് വരില്ല, അവര് കറക്റ്റ് ആയിട്ട് തന്നെ പോകുന്നുണ്ടാവും. ചില ഏരിയകളിൽ വ്യക്തികൾക്ക് ചിലപ്പോൾ ആ പെർഫോമൻസ് നേടാൻ പറ്റിയെന്ന് വരില്ല. ഇൻ കേസ് അങ്ങനെയുള്ള ഏരിയകൾ മാത്രം എന്താണ് അവര് ട്രെയിനിങ് കൊടുക്കേണ്ടതായിട്ട് വരുമെന്നുള്ളത്. ഓക്കെ, ക്ലിയർ ആയോ? ജസ്റ്റ് വായിച്ചു നോക്കാം.
എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിച്ചു പോവാട്ടോ. അങ്ങനെ ചെയ്യാമോ? ക്ലിയർ ആയോ? ഹലോ, റിപ്ലൈ ഇല്ല. എന്തെങ്കിലും പറയേണ്ടതുണ്ടോ? ഇല്ല, ഓക്കെയാണ്. നെക്സ്റ്റ് നോക്കാം. എന്താണ് സോളിസിറ്റി ഫീഡ്ബാക്ക് ഓൺ ബോത്ത് സൈഡ്. എന്താണ് ബോത്ത് സൈഡ് എന്ന് പറയുന്നത്? ബോത്ത് സൈഡ് എന്ന് പറയുന്നത്, രണ്ട് സൈഡ് എന്ന് പറയുന്നുണ്ട്. ഇവിടെ ഉദ്ദേശിക്കുന്ന രണ്ട് സൈഡ് എന്തായിരിക്കും? എംപ്ലോയി ആൻഡ് ഓർഗനൈസേഷൻ. ഓക്കെ, അപ്പൊ എന്താണ് ഇവിടെ പറയുന്നത്? തീർച്ചയായിട്ടും നമുക്കറിയാം അവിടെ ഇൻവോൾവ്മെന്റ് ഉണ്ട് അല്ലെ. മാനേജ്മെന്റും അവിടെയുള്ള എംപ്ലോയീസും തമ്മിൽ ഇൻവോൾവ് ചെയ്തിട്ടാണ് പോകുന്നത്. നമ്മൾ ജസ്റ്റ് കണ്ടു, ഡെഫിനറ്റ് ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുമ്പോഴും എന്താണ് മീറ്റിങ്ങുകളൊക്കെ സംഘടിപ്പിച്ച് അവരുടെ പങ്കാളിത്തം ഉറപ്പാക്കി വീണ്ടും ഇൻ കേസ് അവർക്ക് നേടാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അവിടെ എന്താണ് അവരെ പണിഷ്മെന്റ് ചെയ്യാനല്ല ഉദ്ദേശിക്കുന്നത്. അവരുടെ ഇച്ചിരി കൂടെ ട്രെയിനിങ് കൊടുത്തിട്ട് അവർ ഇംപ്രൂവ് ചെയ്യിക്കാനായിട്ടാണ് നമ്മൾ സെക്കൻഡ് സ്റ്റേജിൽ പറയുന്നത് അല്ലെ. പ്രൊവൈഡ് നെസസറി ട്രെയിനിങ്, കോച്ചിങ് ആൻഡ് സൊല്യൂഷൻസ് ആണ്. ഇനി വീണ്ടും അവിടെ എന്താണ് ബോത്ത് സൈഡ് ഇൻവോൾവ് ചെയ്തിട്ടുള്ള കാര്യം തന്നെയാണ് ഇവിടെ എടുത്ത് പറയുന്നത്. എന്താണ് സോളിസിറ്റി ഫീഡ്ബാക്ക് ഓൺ ബോത്ത് സൈഡ്. അപ്പൊ ഇരുവശത്തെയും അഭിപ്രായങ്ങൾ നമ്മൾ ആരായുക എന്നുള്ളത്. Management should be capable of both giving and receiving honest feedback and work with the employees rather than adopting a competitive stance. അതായത് നമുക്കറിയാം ഫീഡ്ബാക്ക് അറിയാം അല്ലെ, അവരെ കൊണ്ട് അഭിപ്രായങ്ങൾ അറിയാം, തീർച്ചയായിട്ടും അത് സ്വീകരിക്കുകയും ചെയ്യണം. then ഇവർക്കും എന്തെങ്കിലും നിർദ്ദേശങ്ങൾ അല്ലെ, ഇവിടെ മാനേജ്മെന്റിൽ നിന്നും അഭിപ്രായങ്ങൾ അവർക്കും പകർന്നു കൊടുക്കുക അല്ലെ. മാനേജ്മെന്റ് ഷുഡ് ബി കേപ്പബിൾ ബോത്ത് ഗിവിംഗ് ആൻഡ് റിസീവിംഗ്. അതായത് അവർക്ക് പകർന്നു കൊടുക്കുകയും വേണം, തീർച്ചയായിട്ടും എന്താണ് റിസീവ് ചെയ്യുകയും ചെയ്യണം. അവരുടെ ഫീഡ്ബാക്കുകൾ സ്വീകരിക്കുകയും ചെയ്യുകയാണ് പ്രധാനമായിട്ടും വേണ്ടത്. എംപ്ലോയീസ് അഡോപ്റ്റിംഗ് കോമ്പറ്റീറ്റീവ് സെന്റൻസ്. അതായത് പൊതുവെ എന്താണ് നമ്മൾക്ക് അടിച്ചേൽപ്പിക്കുന്ന ഒരു രീതിയിലേക്ക് അല്ലെ, സമരപരമായിട്ട് തന്നെ അങ്ങോട്ടേക്ക് അല്ലെ. നമുക്കറിയാം ചില കാര്യങ്ങൾ നിർദ്ദേശങ്ങൾ അവിടെയുള്ള എംപ്ലോയീസിലേക്ക് അടിച്ചേൽപ്പിച്ച ഒരു പക്ഷെ ഉദ്ദേശിച്ച റിസൾട്ട് നേടിയെടുക്കാനായിട്ട് സാധിക്കില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അഭിപ്രായങ്ങൾ അറിഞ്ഞ് അഭിപ്രായങ്ങൾ അവർക്കും പങ്കുവെച്ച് കൊടുത്തുകൊണ്ട് തന്നെ തീരുമാനങ്ങൾ എടുത്തു പോകുന്നതായിരിക്കും എപ്പോഴും നല്ലത്. The ability to give actionable feedback is crucial here. അവിടെ പ്രധാനമായിട്ടും പറയുന്നത് എന്താണ് അല്ലെ, നിർണായക ഘടകമായിട്ട് പറയുന്നത് എന്താണ് പ്രവർത്തനങ്ങൾ അഡാപ്റ്റ് ചെയ്യുക അല്ലെ, അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാം. പക്ഷെ അവിടെ എന്താണ് അവരിൽ നിന്നും അഭിപ്രായങ്ങൾ ചോദിച്ചറിഞ്ഞ് ഇവർക്ക് എന്തെങ്കിലും പ്രവർത്തനങ്ങൾ നിർദ്ദേശിപ്പിക്കാനായിട്ട് സാധിക്കുമെന്നുള്ളത്. എബിലിറ്റി ടു ഗിവ് ആക്ഷൻ, അവരെ കൊണ്ട് പ്രവർത്തനങ്ങളിലേക്ക് ഏർപ്പെടാം. തീർച്ചയായിട്ടും അവിടെ ഫീഡ്ബാക്ക് നമ്മൾ അറിഞ്ഞുകൊണ്ടായിരിക്കണം അവരെ കൊണ്ട് ആ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യിപ്പിക്കാനായിട്ട്. അതായത് അടിച്ചേൽപ്പിക്കുന്ന ഒരു രീതിയിലേക്ക് ഫോക്കസ് ചെയ്യരുത് എന്നതാണ് ഇവിടെ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? ക്ലിയർ ആയോ? സോളിസിറ്റ് ഫീഡ്ബാക്ക് ഓൺ ബോത്ത് സൈഡ് എന്നുള്ളത്. അഭിപ്രായങ്ങൾ രണ്ട് സൈഡിലും അല്ലെ. നമുക്കറിയാം മാനേജ്മെന്റിന് അവർക്ക് ഗോൾ അച്ചീവ് ചെയ്യാൻ പല അഭിപ്രായങ്ങളുണ്ടാവും. തീർച്ചയായിട്ടും അവരെ കൊണ്ട് മസ്റ്റായിട്ട് ചെയ്യിപ്പിക്കുകയല്ല, അവരെ കൂടി ഇൻവോൾവ് ചെയ്തിട്ട് അവരുടെ അഭിപ്രായങ്ങളൊക്കെ കേട്ടിട്ട് ഇവരെ കൊണ്ട് പ്രവർത്തനം അല്ലെ നടത്തി അവർ ഗോൾ അച്ചീവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ളത്. നെക്സ്റ്റ് നോക്കാം, പ്രീവിസിറ്റ് ഓഫ് ഒബ്ജക്റ്റീവ്സ് ആസ് നെസസറി. അതായത് ആവശ്യാനുസരണങ്ങൾ നമ്മളെ ലക്ഷ്യങ്ങളെ അല്ലെ പരിശോധന ചെയ്യണം. നമ്മളിപ്പോ ഈ ഫീഡ്ബാക്ക് അറിയുക എന്ന് പറയുന്നത് എന്താണ്, ചിലപ്പോ ഉദ്ദേശിച്ച രീതിയിൽ കുറെ നിർദ്ദേശങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ചിലർക്ക് നമ്മൾ നേരത്തെ കണ്ടു ചില ഏരിയയിലൊക്കെ ആവാം, ചെറിയ ഏരിയയിലൊക്കെ എന്താണ് ട്രെയിനിങ് കൊടുത്ത് ചിലപ്പോ ആണെങ്കിൽ നേരെയാക്കാൻ പറ്റും. ചിലപ്പോ എന്താണ് ഇതൊന്നും നടക്കാത്തൊരു സ്ഥിതിയിലായിരിക്കും അല്ലെ. അപ്പൊ എന്താണ് ചിലപ്പോ ആണെങ്കിൽ ഈ ഉദ്ദേശിച്ച അല്ലെങ്കിൽ എന്താണ് നമ്മൾ തീരുമാനമെടുത്ത് ഈ ഒബ്ജക്റ്റീവ്സിനെ വീണ്ടും എന്താണ് ഒരു ചേഞ്ച് വരുത്തേണ്ടതായിട്ട് വരും അല്ലെ, മാറ്റങ്ങൾ വരുത്തേണ്ടതായിട്ട് വരും, ഉണ്ടാവില്ലേ?
ഉണ്ടാവോ? പിന്നെ പരിശോധിക്കെങ്കിലും ചെയ്യാം അല്ലെ, നമ്മൾ ഉദ്ദേശിച്ച ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റുന്നില്ലെങ്കിലും ഒന്നൊരു വീണ്ടും വിചാരം അല്ലെ, വീണ്ടും വിചാരം നടത്തുക എന്ന് പറയില്ലേ, ആ ഒരു രീതിയിലേക്ക് നമ്മൾ എത്തേണ്ടതായിട്ട് വരും. അതാണ് റീവിസിറ്റ് ഒബ്ജക്റ്റീവ്സ് ആസ് നെസസറി. As the performance management process carries on, management should revisit the objectives to see if corrections should be made, as well as pay attention to career development opportunities for their employees. അതായത് നമ്മളിപ്പോ അവിടെ അല്ലെ, തീർച്ചയായിട്ടും നമുക്ക് അവിടെ അറിയാം എംപ്ലോയീസ് അവിടെ എന്താണ് എഫിഷ്യന്റ് ആണ്. ചിലപ്പോ നമുക്ക് ഈ പറഞ്ഞ ട്രെയിനിങ് ഒക്കെ കൊടുക്കുമ്പോൾ അവരുടെ വ്യക്തിത്വ വികസനം അല്ലെ, അവരുടെ അതേമാതിരിയുള്ള സ്കില്ലുകൾ, അവരുടെ കഴിവുകളൊക്കെ വികസിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അവർ ഈ ഫീഡ്ബാക്കുകളൊക്കെ തരുമ്പോൾ നമ്മളും കൂടി അല്ലെ, മാനേജ്മെന്റും കൂടി ഒന്നും കൂടിയും പുനരവലോകനം ചെയ്തിട്ടൊക്കെ ആയിരിക്കും ചില തീരുമാനങ്ങളൊക്കെ വീണ്ടും എടുത്ത് മാറ്റി അല്ലെ, കുറച്ചും കൂടി ഇൻവോൾവ് ചെയ്യും എന്നാണ് പറയുന്നത്. ആസ് ദ പെർഫോമൻസ് മാനേജ്മെന്റ് പ്രോസസ് ക്യാരി ഓൺ, പ്രകടന മാനേജ്മെന്റ് പ്രവർത്തനത്തിൽ എന്താ നടക്കുന്നത്? മാനേജ്മെന്റ് ഷുഡ് റീവിസിറ്റ് ഒബ്ജക്റ്റീവ്സ് ടു സീ ഇഫ് കറക്ഷൻസ് ഷുഡ് ബി മെയ്ഡ്. ചിലപ്പോഴൊക്കെ കറക്ഷൻസ് നടത്തും. as well as pay attention to career development opportunities for their employees. അവിടെ പ്രധാനമായിട്ടും അവർ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് എന്താണ്? അവിടെയുള്ള എംപ്ലോയീസിനെ തളർത്തി കളയുകയല്ല, അവരുടെ സ്കില്ലും നോളജും ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ള രീതി അത് അഡോപ്റ്റ് ചെയ്ത് കൊണ്ടുവരാനാണ് തീർച്ചയായിട്ടും മാനേജ്മെന്റ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. അപ്പോൾ ചിലപ്പോഴൊക്കെ എന്താണ് അവര് വീണ്ടും എന്താണ് ചില അല്ലെ തീരുമാനങ്ങളൊക്കെ വീണ്ടും ഒന്ന് ഇവാലുവേറ്റ് ചെയ്ത് റീവിസിറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുമെന്നുള്ളത്. ക്ലിയർ ആയോ? അവിടെ പേ അറ്റൻഷൻ കൊടുക്കേണ്ട എന്തിനാണ്? കരിയർ ഡെവലപ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ ദർ എംപ്ലോയി. അവിടുത്തെ എംപ്ലോയീസിന്റെ കരിയർ ഡെവലപ്മെന്റ് ആണ് അവര് കൂടുതലായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. അത് ഇമ്പോർട്ടന്റ് ആണ്. പോയിന്റ് ഒന്ന് നോട്ട് ചെയ്യാം. ക്ലിയർ ആയോ ആ പാരഗ്രാഫ്? ക്ലിയർ ആയോ? നെക്സ്റ്റിലേക്ക് നോക്കാം. This step consists of reviewing the overall performance of the employee, how well the process itself worked, and it also includes that reward, which is extremely vital part of the entire process. നമുക്കറിയാം ചിലപ്പോ ചില ഓർഗനൈസേഷനിലെ മാനേജ്മെന്റ് കുറച്ച് തീരുമാനങ്ങളൊക്കെ എടുത്ത് അവരെ കൊണ്ട് നടപ്പാക്കും. തീർച്ചയായിട്ടും അവിടെയുള്ള എംപ്ലോയീസ് വർക്ക് ചെയ്യും, അവരുടെ ഫീഡ്ബാക്ക് ഒക്കെ അവർ ചോദിച്ചറിയും. ദെൻ ചില വേരിഫിക്കേഷൻസ് ഒക്കെ ചിലപ്പോൾ അവരുടെ തീരുമാനത്തിലൊക്കെ മാറ്റിയെന്ന് വരും. ഇൻ കേസ് അവര് പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് എന്താണ്? അവിടെയുള്ള എംപ്ലോയീസിന്റെ കരിയർ ഡെവലപ്മെന്റ് ആണ് പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് അല്ലെ. അങ്ങനെ കരിയർ ഡെവലപ്മെന്റ് ചെയ്യണമെങ്കിൽ ചിലപ്പോൾ അവർക്ക് ഇച്ചിരി കൂടി അല്ലെ ഒന്ന് നന്നായിട്ട് അവരെ വർക്ക് മോസ്റ്റ്ലി നല്ല എഫിഷ്യന്റോടുകൂടി ചെയ്യാനായിട്ടുള്ള ചില പ്രേരക ഘടകങ്ങൾ കൂടി അവർക്ക് കൊടുക്കും. കൊടുത്തുന്നിരിക്കോ? അവരും കൂടെ ഇച്ചിരി കൂടി നല്ല മാക്സിമം എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്യാനായിട്ട് ചില നടപടികൾ കൂടി മാനേജ്മെന്റ് സ്വീകരിക്കോ? എന്തെങ്കിലും ഇൻസെന്റീവ്സ് ഒക്കെ കൊടുക്കില്ലേ? എന്തെങ്കിലും അവാർഡൊക്കെ കൊടുക്കോ? ഇല്ലേ? നിങ്ങള് പോവാ അല്ലെ. അപ്പൊ അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് മോസ്റ്റ്ലി അവിടെയുള്ള മാനേജ്മെന്റ് ലക്ഷ്യമിടുന്നത് എന്താണ്? മോസ്റ്റ്ലി അവിടെ മാനേജ്മെന്റ് ലക്ഷ്യമിടുന്നത്? ഞാൻ ഫസ്റ്റ് പാരഗ്രാഫിൽ പറഞ്ഞു. ഇതാണ് മോസ്റ്റ്ലി മാനേജ്മെന്റ് ലക്ഷ്യമിടുന്നത്. അവിടെയുള്ള എംപ്ലോയീസിന്റെ എന്തെങ്കിലും ഡെവലപ്പ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? ഓക്കെ, കരിയർ ഡെവലപ്പ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അല്ലെ. അവരുടെ കരിയർ ഡെവലപ്മെന്റ് ചെയ്യണമെങ്കിൽ അവർ എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്യണം അല്ലെ. അങ്ങനെ എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ചില ഇൻസെന്റീവ്സും ചില അവാർഡുകളൊക്കെ അവിടെ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതാണ് ഈ സ്റ്റെപ്പിൽ പറയുന്നത്. ദിസ് സ്റ്റെപ്പ് കൺസിസ്റ്റ് ഓഫ് റിവ്യൂവിംഗ് ദ ഓവറോൾ പെർഫോമൻസ് ഓഫ് ദ എംപ്ലോയി. എംപ്ലോയിയുടെ ആ പ്രകടനങ്ങൾ നമ്മൾ റിവ്യൂ ചെയ്യുമ്പോൾ how well the process itself worked, and it also include that reward, which is an extremely vital part of the entire process. അപ്പൊ നല്ല വർക്കുകൾ പൂർണ്ണമായിട്ടും അവര് വർക്ക് ചെയ്യുമ്പോൾ അവർ എന്താണ് കൂടുതൽ എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രേരിക്കുന്ന തരത്തിലുള്ള എന്തെങ്കിലും റിവാർഡുകളൊക്കെ കൊടുക്കാനായിട്ട് ഈ മാനേജ്മെന്റ് ഭാഗത്ത് നിന്ന് സന്നദ്ധ പ്രകടിപ്പിക്കേണ്ടതായിട്ട് വരും. ഓക്കെ, അങ്ങനെ വരുമ്പോൾ എന്താണ് തീർച്ചയായിട്ടും അവര് കൂടുതൽ എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കും. നമുക്കറിയാം അവാർഡുകൾ വെറുതെ ആർക്കും കൊടുക്കില്ലല്ലോ. കൊടുക്കോ?
എന്തെങ്കിലും ഇല്ലാത്ത റിവാർഡുകളൊക്കെ കൊടുക്കോ? അംഗീകാരങ്ങൾ കൊടുക്കോ? എന്തെങ്കിലും കൊടുക്കോ? അവർ നന്നായിട്ട് വർക്ക് ചെയ്താൽ മാത്രമല്ലേ അവർക്ക് എന്തെങ്കിലും അവാർഡും റിവാർഡൊക്കെ കൊടുക്കുള്ളൂ, ആണോ? അതെ. അപ്പൊ ഇങ്ങനെ പ്രകടനം നന്നായിട്ട് ചെയ്ത് കഴിയുമ്പോൾ അവരുടെ മൊത്തത്തിലുള്ള അവലോകനമാണ് അവർ നോക്കുന്നത്. അപ്പൊ അവർക്ക് കരിയർ ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. തീർച്ചയായിട്ടും അവർക്ക് എന്തെങ്കിലുമൊക്കെ റിവാർഡ് കൊടുത്തുകൊണ്ട് തന്നെ അവർക്ക് എന്താണ് കരിയർ ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ള ഒരു സന്ദർഭം ഉണ്ടാക്കി കൊടുക്കുകയാണ് ഈ റിവിസിറ്റ് എന്ന സ്റ്റേജിൽ അവരെ പരിഗണിക്കുന്നത്. എന്താണ് നെക്സ്റ്റ് സ്റ്റെപ്പ് ഇത് നോക്കാം. ദിസ് സ്റ്റെപ്പ് കൺസിസ്റ്റ് ഓഫ് റിവ്യൂവിംഗ് ദ ഓവറോൾ പെർഫോമൻസ് ഓഫ് ദ എംപ്ലോയി, how well the process itself worked, and it also includes the reward, which is a extremely vital part of the entire process. അതായത് എത്ര നന്നായിട്ട് പ്രവർത്തിച്ചു അല്ലെ, എത്ര നന്നായിട്ട് പ്രവർത്തിച്ചു എന്നുള്ളത് അനുസരിച്ചിട്ടാണ് കൂടുതൽ പ്രതിഫലം അവരെ ഉൾക്കൊള്ളിപ്പിക്കുന്നത്. കൂടുതൽ പ്രതിഫലം കൊടുക്കാനായിട്ട് അവർക്ക് അങ്ങനെ ഒരു അവസരം കൊടുക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോഴെന്താണ് അവർ കൂടുതൽ പ്രതിഫലം നേടിയെടുക്കാനായിട്ട് ശ്രമിക്കും. ഒപ്പം തന്നെ എന്താണ് അവരുടെ കരിയർ ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. ക്ലിയർ അല്ലേ? അല്ലേ? ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. എങ്ങനെ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാട്ടോ. എക്സാം ഉണ്ടോന്ന് ചോദിച്ചാ മോക്ക് ടെസ്റ്റ് മൊത്തത്തില് നിങ്ങൾക്ക് ഡെയിലി ഇട്ട് തരാറില്ലേ? ഡെയിലി തരാറില്ല. നെക്സ്റ്റ് ഡേ ആയിരിക്കും അല്ലെ? ടെക്നിക്കലാണ് അത് ചെയ്യുന്നത്, ടെക്നിക്കൽ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് നിങ്ങൾക്ക് നെക്സ്റ്റ്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ഡേ തന്നെയായിരിക്കും. അപ്പൊ ഓക്കെ, അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക എന്താണ് പല പല സ്റ്റേജുകൾ അല്ലെ നമ്മള് കണ്ടായിരുന്നു. എന്താണ് പെർഫോമൻസ് എന്നുള്ള ഒരു ഇതില് പെർഫോമൻസ് മാനേജ്മെന്റ് പ്രോസസ് എന്താണെന്ന് മനസ്സിലാക്കുക. അത് ഒന്നിച്ചു നിന്നിട്ടുള്ള ഒരു പ്രോസസ്സാണ്. ദെൻ എന്താണ് അതില് ഫസ്റ്റ് പ്ലാനിങ്, എന്താണ് പ്ലാനിങ് ആണ് ഫസ്റ്റ് പ്രോസസ്സിൽ വരുന്നത്. ദെൻ സെക്കൻഡ് വൺ എന്താണ് വാച്ചിങ്. ദെൻ തേർഡ് വൺ ആണ് റിവ്യൂവിങ്. എന്നാണ് എന്താണ് നമ്മുടെ ആക്ഷൻ. അങ്ങനെയാണ് നമ്മുടെ ഇതുകൾ പോകുന്നത് അല്ലെ, സ്റ്റേജസുകൾ പോകുന്നത്. ഫസ്റ്റ് വണ്ണിൽ നമ്മൾ കണ്ടു പ്ലാനിങ് എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളിൽ 3 സ്റ്റേജുകളാണ് കടന്നു പോകുന്നത്. അതിൽ ഡിഫൈനിങ് സ്റ്റേജ് ഉണ്ട്, ഫീഡ്ബാക്ക് സ്റ്റേജ് ഉണ്ട്, അപ്രൂവൽ സ്റ്റേജ് ഉണ്ട്. അതായത് ഒരു ഡെഫിനിഷനിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് അവരെയും കൂടി പങ്കാളികളാക്കുന്ന പ്രവർത്തനങ്ങളാണ് ഇതിൽ പൊതുവെ ഉണ്ടായിരിക്കുന്നത്. കോച്ചിങ് സ്റ്റേജിൽ വരുമ്പോൾ നമുക്കറിയാം ആ റിസൾട്ട് അറ്റൈൻ ചെയ്യുന്നത് അല്ലെ, ഉദ്ദേശിച്ച ഡെഫിനിഷനിൽ എത്തുന്നത് അവരെ കൊണ്ട് ചെയ്യിപ്പിച്ച് നമുക്ക് നേടിയെടുക്കണം അല്ലെ. അപ്പൊ അതുമായി ബന്ധപ്പെടുന്നതാണ് നമുക്കറിയാം. അവിടെ എന്താണ് റെഗുലർ മീറ്റിംഗ് ഒക്കെ നോക്കുന്നു. ആ മീറ്റിംഗ് ഒക്കെ സംഘടിപ്പിച്ച് കഴിയുമ്പോൾ അവർക്ക് ട്രെയിനിങ് ഒക്കെ കൊടുക്കണമെന്നൊക്കെ ഇവാലുവേറ്റ് ചെയ്യുന്നു. ഇതിൽ എന്താണ് ലാസ്റ്റ് സോളിസിറ്റ് ഫീഡ്ബാക്ക് ഓൺ ദ ബോത്ത് സൈഡ്. അവരെ രണ്ടു കൂട്ടരെയും കൂടി ഫീഡ്ബാക്ക്. നമുക്കറിയാം പ്രവർത്തനം അവിടെ കാര്യക്ഷമമായിട്ട് നിർവഹിക്കുക എന്നുള്ളതാണ് മാനേജ്മെന്റിന്റെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും കമാൻഡിങ് ആൻഡ് ഓർഡർ ആവാതെ തന്നെ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക എന്നുള്ള ഒരു രീതിയിലേക്ക് എത്തുന്നു. റീവിസിറ്റ് ഒബ്ജക്റ്റീവ്സ് നെസസറി അല്ലെ. നമ്മള് അറിയാം എന്തെങ്കിലും ലക്ഷ്യം നേടിയെടുക്കുന്ന എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ അതല്ലെങ്കിൽ അവർക്ക് ഡെവലപ്മെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നമ്മൾ നേരത്തെ ട്രെയിനിങ് കൊടുക്കുന്നത് മാത്രമല്ല അവരെ കരിയർ ഡെവലപ്പ് ചെയ്യുക എന്നുള്ള ലക്ഷ്യം കൂടി മാനേജ്മെന്റിന് പാലിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കരിയർ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള റിവാർഡ്സും കാര്യങ്ങളൊക്കെ അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റേജ് ആണ് ഇതിൽ വരുന്നത്. നെക്സ്റ്റ് ആണ് റിവ്യൂവിംഗിലേക്ക് വരുന്നത്. അപ്പൊ എന്തായാലും നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. ഇപ്പൊ ഈ സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടായ ആ ഒരു ബുദ്ധിമുട്ട് അടുത്ത ഭാഗത്ത് ഉണ്ടാവില്ലായിരിക്കും. കാരണം നിങ്ങൾക്ക് ഒരു സ്റ്റാർട്ടിങ് ഉണ്ടാകുമ്പോൾ എന്താണെന്നുള്ളതിലേക്ക് എത്തേണ്ടതുണ്ടല്ലോ. ക്ലിയർ ആയോ?
എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? അൺമ്യൂട്ട് ആക്കിയിട്ടുണ്ട്. ക്ലിയർ ആണ്. നെക്സ്റ്റ് ഡേ നമുക്ക് സ്റ്റൂഡിയോ പോർഷൻസ് കവർ ചെയ്യാൻ പറ്റുമായിരിക്കും. സ്റ്റാർട്ടിങ് കുറച്ച് ദിവസത്തെ ഗ്യാപ്പും കൂടിയും വന്നല്ലോ. താങ്ക് യു. എക്സാം നിങ്ങൾക്ക് ഇട്ട് തരും കേട്ടോ. താങ്ക് യു.